ഒന്നോ രണ്ടോ കൊല്ലങ്ങൾ കൊണ്ട് വീട്ടാവുന്ന കടങ്ങളല്ലേ ഉള്ളൂ അമ്മേ. ദൈവാധീനം കൊണ്ട് അതൊക്കെ നടക്കും. അമ്മ വിഷമിക്കൊന്നും വേണ്ട. സുരേഷിന്റെ പഠിപ്പിന്റെ കാര്യത്തിൽ അമ്മ പ്രത്യേകം ശ്രദ്ധിക്കണം. അവൻ ഈടായിട്ട് ഉടപ്പ് കുറച്ച് കൂടുന്നുണ്ട്. ചേച്ചി ദേ ഈ സാരി എടുത്ത് വെച്ചില്ല. അത് ഞാൻ കൊണ്ടുപോകുന്നില്ല, നീ വെച്ചോ. ദേ ചേച്ചി, ഡിക്റ്റേറ്റീവ് വരുന്നുണ്ട്. എന്തോ കുറ്റാന്വേഷണം കഴിഞ്ഞു വരുന്ന വഴിയാ. ഇവിടെ എന്നെ കളിയാക്കി എന്തോ ചില സംസാരങ്ങൾ നടന്നിട്ടുണ്ട്. രാവിലെ തുടങ്ങിയ ചേച്ചി എന്റെ പിന്നാലെ നടന്നു ഉപദ്രവിക്കല്. അവന് കിട്ടിയ കാശൊക്കെ ഡിറ്റേറ്റീവ് ബുക്ക് വാങ്ങി ചെലവാക്കി. ഇനി ചേച്ചി എനിക്കൊന്നും ഞാൻ അവന് കൊടുക്കണത്രേ. ചേച്ചി എന്നോട് അല്പം സ്നേഹ കൂടുതൽ കാണിക്കുന്നുണ്ട്. അസൂയ ഉണ്ടാവും, എനിക്കറിയാം. ഈ വീട്ടിൽ നടക്കുന്ന അംഗം ഇപ്പൊ നീ കണ്ടതല്ലേ? ഇവരല്ലേ എന്നെ സഹായിക്കേണ്ടത്. ഗൈഡ് വാങ്ങാനുള്ളതാ, ഡിറ്റക്റ്റീവ് ബുക്ക് വാങ്ങാനല്ല. ചേച്ചി വാക്ക് മാറരുത്. ഇക്കൊല്ലം ഞാൻ പാസ്സായ ചേച്ചി ചില വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പാസ്സായാൽ എല്ലാ വാഗ്ദാനവും ഞാൻ പാലിക്കും. എനിക്ക് വാച്ച് വാങ്ങി തരാന്ന് പറഞ്ഞത് അതും. പക്ഷേ രണ്ടുപേരും അമ്മ പറയുന്നത് അനുസരിക്കണം. നമ്മളത്ര പണക്കാരൊന്നല്ല, അത് മറക്കരുത്. ദാ കുട്ടിമാമ വരുന്നുണ്ട്. ഈ സാധനം മേലിടുന്നത് എനിക്ക് എന്നും ഒരു അസ്കിര. പിന്നെ നീ മേടിച്ചെന്നാണല്ലോ എന്ന് കരുതി അങ്ങോട്ട് പുതയ്ക്കുക. ഇറങ്ങാറായില്ലേ? പോവാൻ കുട്ടിമാമേ. എന്നാ വൈകിക്കണ്ട. നിന്റെ അച്ഛനെ നല്ലോണം മനസ്സിൽ ധ്യാനിച്ചങ്ങോട്ട് ഇറങ്ങിക്കോളും. വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഒരു ഗൗരവബോധം ഉണ്ടാവാൻ വേണ്ടിട്ടാ. അല്ല, നിനക്കതുണ്ടെന്നറിയാം. അയാളിപ്പോ എന്താ വെച്ചാൽ ഈ പെണ്ണിങ്ങനെ രാജ്യം വിട്ട് ജീവിക്കേണ്ട ഗതി വരില്ലായിരുന്നു. സത്യം, ധർമ്മം, ദയ, നീതി ഇതൊക്കെ ഇന്നത്തെ കാലത്ത് മഷിയിട്ട് നോക്കിയാൽ കാണില്ല. നാട്ടുമ്പുറത്തോ ഇല്ല, പിന്നെ വേണമല്ലോ നഗരത്തില്. വേഗം നടക്കു കുട്ടിയമ്മേ, വണ്ടിയുടെ സമയായി. ഒരൊറ്റ മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളില്ല. പട്ടണമെന്നൊക്കെ പറഞ്ഞാൽ ഞാനിപ്പോ അത് എങ്ങനെയാ വിശദീകരിക്കുക? നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു 100 ഇരട്ടി ജനം. അത് മതിയാവോ? മതിയാവില്ല. കുട്ടിമാമ അവിടെ പോവാത്ത സ്ഥിതിക്ക് കണക്കൂട്ടി പറഞ്ഞ് ശരിയാവില്ല. പിന്നെയും ഒരു കൊല്ലത്തെ പരിചയം എനിക്കല്ലേ ഉള്ളത്. ഓ അല്ല, ഇതാരാ അടിയോടിയോ? വരിക വരിക വരിക. ഞാൻ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു. ഇവിടെ അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ തിരക്കിലാവാറേ. ആ കിഴക്കത്തുള്ള ലക്ഷ്മണൻ തെങ്ങിന്ന് വീണത്രേ. കിഴക്കേ തൊടിയിൽ ലക്ഷ്മണനോ? ആ ചെക്കനെന്തിനാ ഇപ്പൊ തെങ്ങുമ്മ പിടിച്ചു കയറിയേ? ഒന്ന് വേഗം നടക്കൂ കുട്ടിയമ്മേ. ഓ വണ്ടി വരണ്ട്. എവിടെ ഇരുന്നോളൂ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവിടെ ചെന്ന് എത്തിയാ ഉടനെ കത്തയക്കണം. കുട്ടിയമ്മ ഇറങ്ങിക്കോളൂ, വണ്ടി വിടാറായി. പെണ്ണൊറ്റയ്ക്കേ ഉള്ളൂ, ഒരു കണ്ണുണ്ടായിരിക്കണം. അയ്യോ കുട്ടിമാമേ, എന്റെ ടിക്കറ്റ്. ഓ, വർത്താനത്തിനിടയിൽ അതങ്ങോട്ട് മറന്നു. ഇവിടുന്ന് ആരാ കയറിയത്? ഇത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ആണല്ലോ. റിസർവേഷൻ ടിക്കറ്റ് എവിടെ? റിസർവേഷൻ ടിക്കറ്റ് എവിടെ? ടിക്കറ്റ് മാറിപ്പോയതാ. എന്താ കുട്ടി കാര്യം? ടിക്കറ്റ് മാറിപ്പോയി. ആ കാർന്നവരുടെ ഉപദേശം കേട്ടപ്പോൾ ഞാൻ തീരുമാനിച്ചതാ, എന്തെങ്കിലും പുരുവാനുണ്ടാക്കിയിട്ട് അയാൾ പോകുള്ളൂ. റിസർവ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഒന്ന് മാറിന്നേ. അപ്പൊ പിന്നെ ചാർട്ടിൽ പേര് കാണല്ലോ. പേരെന്താ കുട്ടിയുടെ? അരുന്ധതി. സാറേ, ആ കുട്ടി ഒറ്റയ്ക്കേ ഉള്ളൂ. ഒരു അബദ്ധം പറ്റിയതാ. അബദ്ധം പറ്റിക്ക് ഞാനെന്ത് ചെയ്യാനാ? അല്ല, പുതിയൊരു ടിക്കറ്റ് എടുത്താ പോരെ? കുട്ടി എവിടേക്കാ? ബോംബെക്ക്. ബോംബെക്ക് ആദ്യമായിട്ട് പോവാണോ? അല്ല. അവിടെ വർക്ക് ചെയ്യേ? അതെ. എവിടെ? സദേൺ കെമിക്കൽസില്. അപ്പൊ താമസമൊക്കെ? മാഹിമില്, വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലാ. ഞങ്ങള് ദാദറിലാ.
രാമേട്ടാ രാമേട്ടാ നിന്നേ. ആകെ പ്രശ്നമാണ് രാമേട്ടാ. രാമേട്ടൻ ഇന്നും കൂടി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ വല്ല ഇലക്ട്രിക് ട്രെയിനിൽ തലവെച്ച് എന്താ സാധാരണ ട്രെയിനിൽ തലവെച്ച ചാവില്ലേ? ഇലക്ട്രിക് ട്രെയിനിൽ തലവെച്ച് ആവണം നിർബന്ധം. രാമേട്ടൻ ഞാൻ പറയേ, ഞാൻ വന്നിറങ്ങിയുള്ളൂ. എന്റെ തലയ്ക്ക് ഭ്രാന്തി പിടിപ്പിക്കരുത്. തനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അത് വീട്ടിൽ എന്റെ വിശ്വസിച്ച് പറയാൻ കയറും. ഇനി പറ, എന്താ തന്റെ പ്രശ്നം? വണ്ടി ഇറങ്ങിയപ്പോഴേ ഞാൻ കരുതിയതാ വിഷ്ണു എന്തെങ്കിലും കാര്യത്തിന് ഓടി വരുമെന്ന്. എന്റെ പ്രശ്നങ്ങൾ ഇവിടെ രാമേട്ടനോട് ചേച്ചിയോടല്ല, ഞാൻ വേറെ ആരോട് പറയാനാ? മുഖവര ആവശ്യത്തിലും കൂടുതലായി. താൻ കാര്യം പറ. 3 ദിവസമായി രാമേട്ട ഞാൻ ഉറങ്ങിയിട്ട്. അതാണോ തന്റെ പ്രശ്നം? എങ്കിൽ കുറച്ചേരം ഇവിടെ കിടന്ന് ഉറങ്ങ്. അതല്ല രാമേട്ട, 3 ദിവസമായി ഞാൻ ലോഡ്ജ് ചെയ്ത് പുറത്താ. എന്തിന്? ഒരു കട്ടിൽ 2 പേര് കിടക്കുന്നു പറഞ്ഞ ഹൗസ് ഓണർ ബഹളം. രണ്ടാമതൊരാളെ കൂടെ പാർപ്പിക്കാൻ തന്നോട് ആരാ പറഞ്ഞു? കട്ടിലിന്റെ പകുതി വാടക തരാൻ ഏറ്റവും ഉണ്ടല്ലേ. അങ്ങനെ ആവുമ്പോ ഞാൻ മാസം 300 രൂപ വാടക കൊടുക്കുന്ന 150 രൂപ ലാഭിക്കല്ലോ എന്ന് കരുതി. എന്നിട്ടിപ്പോ എന്തായി? എന്നിട്ടിപ്പോ എന്താവാൻ? അവൻ എനിക്കൊരു ചില്ലിക്കാച്ച് തരുന്നില്ലെന്ന് മാത്രമല്ല, 2 ആള് കിടക്കുന്നു പറഞ്ഞ് 300, 600 രൂപ ഹൗസ് ഓണർ ഗോസായിട്ട് മേടിക്കുന്നത്. എന്നിട്ട് 300 തന്നെ ഞാൻ അരിഷ്ടിച്ചില്ലേ കൊടുക്കുന്നത്. അതും പോരാ, ഞാൻ അവനെ പോറ്റാനുള്ള കഴിവ് എനിക്കുണ്ടോ? ഇതൊന്നും എന്നോട് അഭിപ്രായം ചോദിച്ചിട്ടല്ലോ താൻ ചെയ്തത്. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധം പറ്റിയെന്നുള്ളത് തന്നെ സംബന്ധിച്ച് പുതിയ വാർത്തയല്ല. എവിടെങ്കിലും പോയി എന്തെങ്കിലും പുരുവാനുണ്ടാക്കിയിട്ട് ഞാനിപ്പോ എന്താ ചെയ്യേണ്ട രാമേട്ട, ഞാനിപ്പോ എന്താ ചെയ്യേണ്ട രാമേട്ട, ഇതൊക്കെ പോട്ടെ. ഈ രാമേട്ട ഇപ്പൊ എന്താ ചെയ്യണ്ടേ? രാമേട്ടൻ തന്നെ ഹൗസ് ഓണറെ കണ്ട് കാര്യങ്ങൾക്ക് ഒരു ഒത്തുതീർപ്പുണ്ടാക്കി തരണം. അത്രയല്ലേ ഉള്ളൂ. ഞാനിതൊക്കെ ഒന്ന് മാറ്റി കുളിച്ചിട്ട് ഇങ്ങോട്ട് വരാം. അതുവരെ ഒന്ന് ക്ഷമിക്ക്. अबे तक वो चाकू नहीं पैदा हुआ जो राजू को लग जाए। पहले जाकर चिड़िया मारना सीखो यार। ऐसा बोल के शत्रुघ्न विलन को पकड़ता है। विलन को ये नहीं मालूम कि शत्रुघ्न उनका बेटा है और शत्रुघ्न और अनिल कपूर दोनों भाई हैं। लेकिन मीनाक्षी शेषाद्री मां बनने वाली है। फिर क्या हुआ पूछो? ये मीनाक्षी शेषाद्री अनिल कपूर के पास आकर बोलती है, ये तुमने क्या कर दिया? अब आता है अमरीश पुरी, श्रीदेवी के पास जाता है। श्रीदेवी को ये नहीं मालूम कि अमरीश पुरी उसके अंदर है। अमरीश पुरी श्रीदेवी को रेपिंग करना चाहता है। फिर टेंशन, उस वक्त आता है अनिल कपूर। അയ്യോ, ഇതപ്പോ ഒന്ന് നാട്ടിന്ന്. രാമേട്ടൻ വന്നല്ലോ. ഇനി സാധനങ്ങൾ തകർത്ത് വെക്കാലോ. പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവുന്ന എനിക്ക് ഉറപ്പായി. പ്രശ്നം സോൾവ് ആയി. നിന്നെ ഇതിനകത്ത് ഇനി കയറ്റരുതെന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം നടപ്പിലാക്കാൻ ഹൗസ് ഓണറോട് പറയാൻ വേണ്ടിയിട്ടാണ് രാമേട്ടൻ കുട്ടി ഇങ്ങോട്ട് വന്നത്. തമാശ വരണം കേട്ടോ രാമേട്ടൻ. രാമേട്ടന് ചായ വേണ്ടേ? രാമകിഷൻ ചായ ജൽദി ലേനാ. സുഖിപ്പിക്കല്ലേ മോനെ രാജേന്ദ്ര. നീ കൂടെ താമസിക്കുമെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ ഇവനോട് പറഞ്ഞതാ, നീ ഒട്ടിയാ പിന്നെ വിടില്ലാന്ന്. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ രാമേട്ട? ഞാൻ ഇവിടെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് കഴിഞ്ഞു വരികയായിരുന്നു. മുമ്പ് താമസിക്കുന്ന സ്ഥലത്ത് പറഞ്ഞു വിട്ടപ്പോ 2 3 ദിവസം പുതിയ സ്ഥലം ശരിയാവുന്നവരെന്ന് പറഞ്ഞ് എന്റെ കൂടെ കയറി കൂടിയവന് ഇപ്പൊ മാസം 2 ആയി. വാടക കൊടുക്കാതെ ഒരു കട്ടിൽ 2 പേര് കിടക്കാൻ ഹൗസ് ഓണർ സമ്മതിക്കുവോ? അതിന് ഞാൻ വാടക തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. തൽക്കാലത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റ് നീ കൊടുത്തന്നല്ലേ ഉള്ളൂ. അതിനി പറ്റില്ല എന്നാ പറഞ്ഞത്. നീ കാരണം ഞാനിപ്പോ റോട്ടിലായി. അങ്ങനെ വലിയ ത്യാഗം ചെയ്യാൻ നീ എന്റെ ആത്മാർത്ഥ സുഹൃത്തൊന്നുമല്ലല്ലോ. ഇവൻ ഇങ്ങനെ കണ്ണി ചോരയില്ലാത്ത വർത്താനം പറയാൻ ഞാൻ എന്ത് തെറ്റ് രാമേട്ട? തെറ്റും ശരിയും ഒന്നും ആരും ഇവിടെ പ്രസ്താവിക്കണ്ട. നിന്റെ കൂട്ടുകെട്ട് ഇവന് ശരിയാവില്ല. നല്ല തറവാട്ടിന്ന് വന്ന പയ്യനാ ഇവൻ. നീ വേറെ സ്ഥലം നോക്ക്. രാമേട്ടൻ എന്നെ കൈയൊഴിയാണോ? 12 കൊല്ലമായി ഞാൻ ബോംബെ വന്നിട്ട്. രാമേട്ടൻ എന്നെ കാണാൻ തുടങ്ങിയിട്ട് കൊല്ലം 4 ആയി. യോൻ പറയും പോലെ എന്തെങ്കിലും അന്തസ്സേട്ട പെരുമാറ്റം എന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടോ? പിന്നെ കുറെയൊക്കെ ലാത്തി അടിക്കും, അല്പം സ്വല്പം ഓസിന്നിരിക്കും. അതൊക്കെ നിവർത്തിയിട്ടുണ്ടല്ലോ രാമേട്ട. 2 മാസമായി ഞാൻ ഇവന്റെ കള്ള സെന്റിമെന്റ്സ് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്തപ്പോ തലേ കയറാൻ നോക്കുക. വയ്യ രാമേട്ട. രാമേട്ടൻ തന്നെ ഹൗസ് ഓണറെ കണ്ട് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. അതാണ് എനിക്കും പറയാനുള്ളത്. രാജേന്ദ്ര, എന്തോ നീ നിന്റെ പെട്ടി സാധനങ്ങളൊക്കെ എടുത്തിറങ്ങ്. രാമേട്ട പറഞ്ഞത് കേട്ടില്ല. പെട്ടി സാധനം എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ. രാമേട്ട, एक मिनट. വിഷ്ണു, നാട് വിട്ട് ഇവിടെ വന്ന് കഷ്ടപ്പെടുന്ന ഒരു മലയാളിയുടെ വേദന നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ. എന്തൊക്കെയായാലും ഇത്രയും നാള് നമ്മൾ ഒരുമിച്ച് ഇടപഴകിയതല്ലേ. പെട്ടെന്ന് അങ്ങനെ ഇറക്കി വിടാന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യത്തില്ലായ്മ ആവില്ലേ? അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അതങ്ങ് ക്ഷമിച്ചു. ഹൗസ് ഓണറോട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. വേറൊരു മുറി ശരിയാവുന്നവരെ അവൻ ഇവിടെ താമസിക്കട്ടെ. വാടകയൊക്കെ അവൻ തരും. തൽക്കാലം ഈ മാസം കൂടി നീ കൊടുക്കും. എനിക്ക് ഓഫീസിൽ പോകേണ്ട സമയമായി. ആ മോനാ പെട്ടിയൊക്കെ എടുത്തകത്ത് വെച്ചു.
अथ श्री महाभारत कथा महाभारत महाभारत ओ भारत ओ भारत। साहब ये मलबार का स्पेशल क्वालिटी सिगार है, आपके लिए मंगवाया। ओह थैंक यू थैंक यू। ये छोड़ दीजिए साहब, ये टेस्ट करिए। साहब आपका सॉरी साहब, साहब आपका ब्लड प्रेशर। कोई फिक्र की बात नहीं। अच्छा साहब कैसा है साहब? ब्लड प्रेशर नहीं साहब ये सिगार। हाँ बहुत अच्छा है। अच्छा होगा साहब, फर्स्ट क्वालिटी है ना। गुड मॉर्निंग पिताजी। गुड मॉर्निंग बेटी। राजेंद्रन साहब। उसे कॉलेज छोड़ो। ठीक है साहब। और देखो साहब गाड़ी तेज नहीं चलाना। जरूर साहब। आइए मैम साहब, बैठिए मैम। குட் மார்னிங். என்ன விஷ்ணு, உங்க ராமேட்டன் ஊர்ல வந்தாச்சா? சார். வரும்போது என்னமோ கேரளா ஸ்பெஷல் ஆயுர்வேதிக் டானிக் கொண்டு வரேன்னு சொன்னாங்களே, என்னோட கேஸ் ட்ரபிளுக்கு நீ கேட்டியா? മറന്നു വെച്ചു സാർ. ഇങ്ങോട്ട് വരുന്ന ധൃതിയിൽ ഓർത്തില്ല. சரி, நாளைக்கு என்ன கொஞ்சம் கான்டாக்ட் பண்ண சொல்லு. ശരി സാർ. गुड मॉर्निंग सर। गुड मॉर्निंग। குட் மார்னிங் சார். गुड मॉर्निंग। साहब चाय लाऊं साहब? हाँ ठीक है। जी साहब। माफ कीजिए साहब। कौन? बलविंदर, राजेंद्र यार, राम राम। एक चाय जल्दी लेना साहब के लिए, शक्कर मत डालना, ठीक है? हाँ സാർ. തന്റെ ഓവർ ടൈമിന്റെ കാര്യം ഞാൻ റെക്കമെൻഡ് ചെയ്യണോ? വേണമെന്നില്ല, മാനേജർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അല്ല ഞാൻ പറയുമ്പോ അതിന്റെ കാർ ഡ്രൈവറുടെ പോസ്റ്റ് മാനേജറുടെ മുകളിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെയും സംഭവിക്കാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചൗപ്പാട്ടി കടപ്പുറത്ത് അജ്ഞാത ജഡങ്ങൾ കരക്കടിഞ്ഞു എന്നും കേൾക്കാറുണ്ട്. എന്താ என்ன ராஜேந்திரா, ஆபீஸ் டைம்ல விளையாட்டா? சார் நாங்க திக் ஃப்ரெண்ட்ஸ், எப்போ இந்த மாதிரி தான் விளையாட்டு. ஐயோ സാബിന് ഗുളി കൊടുക്കാൻ സമയമായി. സാർ എവനെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? அட பொழைச்சு போட்டோம். സാർ പൊഴച്ചപ്പെടുന്ന പറഞ്ഞാൽ ശരിയാവില്ല. എവനെ വിഷ്ണു സാബ് അന്തർ ബുലാത്തെ ചെല്ല്. फ्रेंडशिप அவ்வளவுதான். सब चाय कॉफी या कुछ ठंडा मंगा। டிரைவருக்கு ஆபீஸ்ல என்ன வேலை? सब संभालता सब मैं। கீழ போய் வேலைய பாரு. सॉरी போ. सर, மன்னிச்சிடுங்க சார். போ. हाउस नंबर 426 किधर है? ऊपर है। ഇവിടെ ആരുമില്ല. ഹേയ്, ഇയാളെന്താ ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നേ? അല്ലേ ഓറഞ്ച് വീണപ്പോ ഞാനൊന്ന് എടുത്തു തുടങ്ങി. കുട്ടിയെപ്പോ വന്നു? വന്നതേ ഉള്ളൂ. ഞങ്ങള് സിന്ധുവിന് ഡോക്ടറെ കാണിക്കാൻ പോയതാ. താൻ അറിയോ ഈ കുട്ടിയെ? ഇല്ല, ഇപ്പൊ കണ്ടോളൂ. നാട്ടിൽ നിന്ന് മടങ്ങുമ്പോ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടതാ. അരുന്ധതി തന്റെ അടുത്ത നാട്ടുകാരിയാ, ചെർപ്പളശ്ശേരി. മാത്രല്ല തന്നെ പോലെ തന്നെ ഒരു അമ്പലവാസിയാ. ഇയാളറിയോ? ഇല്ല. ഇതാണ് വിഷ്ണു. ഇയാളെ പറ്റി അങ്ങനെ ഒറ്റ വാചകത്തിൽ പറഞ്ഞ ശരിയാവില്ല, ഒരുപാട് പറയാനുണ്ട്. ഒക്കെ പിന്നെ വാ. പറഞ്ഞുതരാം. സിന്ധുവിന് എന്താ അസുഖം? കൊച്ചിലെ തൊട്ടുള്ളതാ, ശ്വാസമുട്ടന്റെയാ. തുടങ്ങിയ പിന്നെ ഒരാഴ്ചത്തേക്ക് കണ്ടു നിൽക്കുന്നവർക്കൂടെ പ്രയാസമാ. താൻ അവിടെ ഇരിക്കി, ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറട്ടെ. ഞാൻ ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കും. അരുന്നത് ഇരിക്കൂട്ടോ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ട്രെയിനിൽ വെച്ച് ചേച്ചി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എന്ത്? ഡാൻസ് സ്റ്റെപ്സ് ഒക്കെ ഞാൻ മറന്നു കൂട്ടി. അതൊക്കെ ചേച്ചി ചുമ്മാ പറയുന്ന. ചെർപ്പളശ്ശേരിയിൽ എവിടെയാ വീടുന്ന പറഞ്ഞത്? അമ്പലത്തിന്റെ തൊട്ടടുത്താ. ഒരിക്കൽ ഞാൻ അവിടെ വന്നിട്ടുണ്ട്, അമ്പലത്തിലെ ഉത്സവത്തിന്. കുട്ടിക്ക് ഓർമ്മയുണ്ടാവുമെന്നറിയില്ല. ഒരു കൊല്ലം ഉത്സവത്തിന് വെടിക്കെട്ട് കിടക്കുമ്പോ ഊട്ടുപരിക്ക് തീ പിടിച്ചൊരു 12 പേര് മരിച്ചില്ലേ? അന്ന് ഞാനവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ
ഇയാളുടെ കാര്യങ്ങൾ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ശരിയാവില്ല എന്ന്. ചെർപ്പളശ്ശേരി അമ്പലത്തിൽ ഉത്സവം കാണാൻ പോയപ്പോ വെടിക്കെട്ടിൽ 12 ആള് മരിച്ചു. ഒരിക്കൽ 2 ഓണത്തിന് തൃശ്ശൂര് കൂട്ടുകാരുമായിട്ട് സിനിമ കാണാൻ പോയപ്പോ ബസ് പാടത്തേക്ക് മറിഞ്ഞ് 7 ആള് മരിച്ചു. തമാശകള് രാമേട്ട. തമാശയോ? താൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ. ദേ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. എന്നാണാവോ ഈ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോണേ. ഇങ്ങനെയാണോ ആദ്യമായിട്ട് ഒരാളിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്? നിങ്ങൾ നല്ല ആളാ. അരുന്ധതി എന്ത് വിചാരിക്കും വിഷ്ണുവിനെ കുറിച്ച്? എന്ത് വിചാരിക്കാൻ, ഇങ്ങനെയും ചില ആൾക്കാർ ബോംബെയിലുണ്ടെന്ന് ഞാൻ ആ കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുള്ളൂ. തനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. തുമ്പപ്പൂവിന്റെ നിറം, നല്ല നീണ്ട കണ്ണുകൾ, മുട്ടറ്റം വരെ മെടഞ്ഞിട്ട് തലമുടി, തനി വള്ളുവനാടൻ സ്ലാങ്ങിലുള്ള സംസാരവും. നമ്മൾ ഈ എംടിയുടെ ഒക്കെ കഥകളിൽ വായിച്ചിട്ടുള്ള ഏതോ അമ്മണിക്കുട്ടിയോ നന്ദിനിയൊക്കെ പോലുണ്ട്. ഇവിടെ ഏതോ ഓഫീസിലെ ടൈപ്പിസ്റ്റാ. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കഷ്ടിച്ച് 25 കിലോമീറ്റർ ദൂരമുള്ള കുട്ടിയുടെ വീട്ടിലേക്ക്. ചുരുക്കി പറഞ്ഞ ഒരു പ്രേമം തുടങ്ങാനുള്ള എല്ലാ അന്തരീക്ഷമായി. ഇനി വൈകിക്കണ്ട. ഉപദേശം വല്ല ആവശ്യമുണ്ടെങ്കിൽ അപ്പ ചോദിച്ചാൽ മതി. റിഡക്ഷൻ റേറ്റിൽ വിൽപ്പനയ്ക്കുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ നിന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. നീ നിന്റെ കാര്യം നാറാതെ നോക്കിയാൽ മതി. രാജേന്ദ്രൻ നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എടാ, കോടീശ്വരനായ സേട്ടുവിന്റെ ഏക മകളെ വളച്ചൊതുക്കാൻ ഒരു തുക്കട ഡ്രൈവറായി എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ മിടുക്ക് തന്നെയാണ്. അസൂയപ്പെട്ടത് കാര്യമില്ല. അത് നിന്റെ നാവിന്റെ മിടുക്ക്. എടാ, ലൈസൻസ് ഇല്ലാത്തൊരു നാവുണ്ടെങ്കിൽ ഈ രാജ്യത്ത് ആർക്ക് എന്ത് സാധിക്കാം. എങ്കിലും എന്തുകൊണ്ട് നിനക്ക് സാധിക്കുന്നില്ല? എനിക്ക് കുറച്ചാലും കൂടി ജീവിച്ചിരിക്കണം ആഗ്രഹമുള്ളതുകൊണ്ട്. അത് മുടൻ തന്നെയാണ്. എടാ, ലൈഫിൽ എന്തിനൊരു ത്രില്ല് ഉണ്ടാവണം. എന്തും ഫേസ് ചെയ്യാനുള്ള ചങ്കൂറ്റം വേണം. എങ്കിലും ഈ ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ കാര്യമുള്ളൂ. ഉദാഹരണത്തിന് എന്റെ കാര്യം തന്നെ. അയ്യോ കരീം ഭായ്, എടാ, ലൈഫിൽ എന്തും ചെയ്യാനുള്ള ത്രില്ല് വേണം, എന്തും ഫേസ് ചെയ്യാനുള്ള ചങ്കൂറ്റം വേണം. ഇന്ന് ഞാൻ പിടിച്ചു കൊടുക്കും. കാണിച്ചു കൊടുക്കും. വിഷ്ണു, നീ എന്താ വറാത്ത രാവിലെ കോയിലെ പിടിക്കാൻ നടക്കണേ? മൊയിലാരെ കേൾക്കാൻ നടക്കണേ? തും ചാലു കറോ. കരിമ്പായ എന്താ ഇവിടെ? ഇന്ന വഴിക്ക് നടന്നുകൂടൊന്നും നടന്നിരിച്ചിട്ടൊന്നുമില്ലല്ലോ മുംബൈയില്. ഇത് നമ്മളെ ബിസിനസ് അല്ലേ? ഓരോരുത്തന്മാര് രാവിലെ കുടിന് മുമ്പിൽ ഒന്ന് ക്യൂ നിൽക്കും പൈസ മേടിച്ചോണ്ട് പോവാൻ. വൈകുന്നേരം ഞാൻ പിരിവിനിറങ്ങണം കൊടുത്ത മുതലും പലിശ തിരിച്ചു കിട്ടാൻ. അതും എന്തൊക്കെ വെട്ടും കുത്തും നടത്തിയിട്ടാണ് തിരിച്ച് മേടിച്ചെടുക്കണതെന്ന് അറിയോ? ഈ 2 അൽശേഷന്മാരെ തീറ്റയും കൊടുത്ത് കൊണ്ടിരിക്കണേ വെറുതെ ഏറ്റാ. ഒന്ന് കണ്ണുർച്ചാലേ ഇവറ്റകളൊക്കെ ഒന്ന് പേടിക്കുള്ളൂ. മര്യാദയ്ക്കാണെങ്കിൽ കരീംഭായ് ബഹുത്ത് അച്ഛാ ആത്മീ ഹൈ. തെറ്റിയാൽ എവിടുന്നാണ് ശക്തി വരുന്നത് എനിക്ക് തന്നെ അറിയില്ല. കൊല്ലം കോരായിലെ മുംബൈയില് എത്ര വമ്പന്മാരെ കണ്ട് ആരൊക്കെ വന്ന് പോയി. പിന്നെ നിന്റെ കൂടെ താമസിക്കുന്ന ആ ഹിമാലയ രാജേന്ദ്രൻ ഉണ്ടല്ലോ, അവനോട് പറഞ്ഞിക്കണ്ടി എന്നെങ്കിലും കരീംഭായിന്റെ കൈ കിട്ടുന്നു. ഇവൻ പല വകയിലും പലപ്പോഴായിട്ട് 10-2000 ഉറുപ്പിക എന്നോട് വാങ്ങിക്കൊണ്ടേയിട്ടുണ്ട്. ഇപ്പൊ പലിശയില്ല, മുതലുമില്ല. പിന്നെ നാട്ടുകാരനാണ്, നിന്റെ ചെങ്ങായിയാണ് എന്നുള്ള നിലക്കൊക്കെ ക്ഷമിച്ച് അവൻ നേരാവില്ല കേട്ടോ. അവന് ഈ അൽസേഷന്മാരെ കൊണ്ടൊന്ന് കൈകാര്യം ചെയ്യിക്കായിരുന്നില്ല കരിമ്പായി? അതിന്റെ ഒന്നും ആവശ്യമില്ല. അവൻ എന്റെ കൈ കിട്ടിയ മുറുക്ക് പൊടിക്കുമ്പോൾ പൊടിക്കൂലാൻ. നിന്നായിട്ട് സംസാരിച്ചിരുന്ന എന്റെ പണി നടക്കൂല. ആ തല വരെ പിരിവെടുക്കണം. ചലോ. इसके लिए कैसे शुक्रिया अदा करो दोस्त? कितना हुआ भाई? 5 रुपए. सिर्फ 5 रुपए? 5 रुपए भाई. शुक्रिया. ഗുഡ് ഈവനിങ് മിസ് അരുന്ധതി. ഗുഡ് ഈവനിങ്. മാറ്റൻ വിളിച്ചത്? ഒരു നിമിഷം എന്റെ മുറിയിലേക്കൊന്ന് വരൂ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് മിസ് അരുന്ധതിക്ക് അറിയാമോ? മേട്ടന്റെ വിവാഹ വാർഷികം. എങ്ങനെ മനസ്സിലായി? രാവിലെ മേട്ടൻ പറഞ്ഞിരുന്നു, സ്വീറ്റ്സും തന്നു. യെസ് യെസ്. 30 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ഫൈൻ തേഴ്സ്ഡേ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അന്ന് ഐ വാസ് സ്വീറ്റ് 17. ഞാൻ എന്റെ ഡ്രസ്സ് വാഷ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞു വന്നിട്ട് ആ നല്ല നാളുകൾ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയത്. ഗോഡ് വാസ് ക്രേസി. മിസ് അരുന്ധതിക്ക് അറിയാമോ? മേട്ടൻ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ, 6 മാസം കഴിഞ്ഞ് ഒരു കാർ ആക്സിഡന്റിൽ അദ്ദേഹം മരിച്ചു എന്നും പിന്നെയുള്ള കാലം മുഴുവൻ അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി ജീവിക്കണമെന്നൊക്കെ. യു ആർ റൈറ്റ്. ആ ഓർമ്മകളുമായി ഞാൻ ഇപ്പോഴും ജീവിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്ന് മിസ് അരുന്ധതിക്ക് അറിയാമോ? ഞാൻ റൂമിലേക്ക് പോട്ടെ മാഡം, കുറച്ച് ജോലി ഉണ്ടായിരുന്നു. 1 മിനിറ്റ് കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. മിസ്സസ് അച്ചാമ്മയുടെ വാച്ച് ഉണ്ടല്ലോ? ഉണ്ട്. ഇപ്പൊ സമയം എത്രയായി? 7:20. ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ഷാർപ്പ് 7 o'clock ഹോസ്റ്റലിൽ എത്തിയിരിക്കണമെന്ന്. ബട്ട് യു ഓൾവേസ് നെഗ്ലക്ട് മൈ വേർഡ്സ്. എന്ത് ചെയ്യാനാ മാഡം, ഓഫീസ് വിട്ട് ഈ തിരക്കില് ഇലക്ട്രിക് ട്രെയിൻ കയറി ഇവിടെ എത്തുമ്പോഴേക്കും ഈ സമയാവും. അതൊരു എക്സ്ക്യൂസ് അല്ല, ഇതൊരു സ്ഥാപനമാണ്.
ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കേണ്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതനുസരിക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. Otherwise you can find out a better place. Okay? എന്റെ തിരുമുൽപ്പാടെ, ഞാൻ ഈ ഓടുന്ന ഓട്ടം നേർക്ക് നേരെ ഓടുകയാണെങ്കിൽ ഇപ്പൊ കോഴിക്കോട്ട് എത്തിയിട്ടുണ്ടാവും. രാവിലെ പൈസ വാങ്ങാൻ വരുമ്പോ ഏത് മരമൂന്തനും ഒരു സ്മൈലാ. വൈകുന്നേരം ഇത് തിരിച്ചു വാങ്ങാൻ ചെല്ലുമ്പോഴോ നീർനായന്റെ അടുക്കല്ലേ മുങ്ങണത്. അങ്ങനെയുള്ളവരെ പിടിക്കാനല്ലേ എന്റെ കരിമ്പായി മിടുക്കന്മാരായ രണ്ട് അൽസേഷന്മാര്. 10 ഓംലെറ്റല്ലേ രണ്ടാൾക്കും. ദോശ എത്ര വെച്ച് വേണ്ടി വരും? അതും കൂടെ ഒരു പോപ്പത്ത് വേണേ പിന്നെ ഒരു ചോദിച്ചോളല്ലോ. ഇവറ്റകൾക്ക് തീറ്റ കൊടുത്ത് നിങ്ങൾ മുടിയല്ലോ കരിമ്പായി. ഇവരെ മുമ്പിൽ എടുത്താൽ ഞാൻ നടക്കണേ. ഒരു നോക്കിച്ച് കൂട്ടാൻ രണ്ടെണ്ണത്തിനെയും അല്ലാണ്ടെന്തൊരു കൊള്ളാം. കളുതകളാണ് രണ്ടും, എന്നാലും നന്ദിയുണ്ട്. ഞാനെന്ന് വെച്ച ജീവനാണ് ഇവറ്റകൾക്ക്. എന്തിന് എന്റെ ശരീരത്തിൽ ഒരു ഈച്ച വന്നിരിക്കാൻ ഇവര് സമ്മതിക്കൂല. സാരമില്ല കരിമ്പായി, അവര് സ്നേഹം കൊണ്ട് ചെയ്തല്ലേ. ഞാൻ കുറച്ച് പിണ്ണതൈലം തരാം, അത് പെരട്ടി ഒഴിഞ്ഞാൽ മതി. നീ എന്നെ ഉപദേശിക്കാൻ വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞത് തെറ്റ്. കരിമ്പായി അവൻ അങ്ങനെ വിട്ടാ ശരിയാവില്ല. പുസ്തകം പകടോ, പുസ്തകം പകടോ. കരിമ്പായി എന്റെ കൈ കിട്ടൂലെന്ന് വിചാരിച്ചോ? അവിടെ മുങ്ങി ഇവിടെ മുങ്ങി കുറെ കാലായി നീ എന്റെ കണ്ണും വെട്ടിച്ച് നടക്കുന്നു. അയ്യോ, ഞാനും 2 ദിവസമായിട്ട് കരിമ്പായി അന്വേഷിച്ച് നടക്കായിരുന്നു. അല്ലേ വിഷ്ണു? വിഷ്ണു, നിനക്ക് ഇന്ന് കടം തന്ന രൂപ ഇങ്ങ് തിരികെ തന്നേരെ. കരിമ്പായുടെ കടം അങ്ങ് തീർത്തേക്കാം. ഏത് രൂപ? ഇന്ന് രാവിലെ ഞാൻ. എടാ രാജേന്ദ്ര, വിളവ് നിനക്കാണെങ്കിലും വയസ്സ് എനിക്കാണ്. നീ തരാനുള്ള കാശെട്. കാശ് തരില്ല ഞാൻ പറഞ്ഞില്ലല്ലോ. ആദ്യം ഒന്ന് വിടാൻ പറയവരോട്. ചോടോ. നീ ഇവിടെ ആർക്കൊക്കെ കാശ് കൊടുക്കാൻ ഇല്ലാത്തതുണ്ട്. ഇവിടുന്ന് തിന്നതിന്റെ കണക്കൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് വസൂലാക്കിയുള്ള കരിമ്പായി. നാണം ഉണ്ടോ നിനക്ക്? എല്ലാവരെയും നക്കാപ്പിച്ച കാശ് മേടിച്ചിട്ട് സേട്ടുവിന്റെ മാളുടെ മുമ്പിൽ ആളാവേണ്ട വല്ല കാര്യമുണ്ടോ? ചിരിക്കല്ലേ. എടാ ഇലനക്കി നായയുടെ കിരിനക്കി നായ വരുത്. വെക്കട പൈസ. മലയാളികൾക്ക് കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന വിധത്തിലല്ലേ നീ ഇവിടെ ജീവിക്കുന്നത്? അത് മാത്രം പറയരുത്. ഞാൻ മലയാളിയാണെങ്കിൽ നിങ്ങളുടെ എല്ലാം കാശ് തിരികെ തരും. തുമാരാ കാശ് വാപ്പസ് ദേഗാ, തുമാരാ പൈസ ദേഗാ, തുമാരാ പൈസ ദേഗാ और തുമാരാ भी देगा. എനിക്ക് ഒരു നല്ല കാലം വരും. एक दिन हम बब्बे का राजा बनेगा. ഇന്ന് ചെലവ് കരിമ്പായുടെ വക ആയിക്കോട്ടെ. എല്ലാവർക്കും ഒരു ആംലെറ്റ് അടിക്കുന്ന ഉൾപ്പെടെ. എന്നാ ഡബിൾ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഇതൊക്കെ ഒരു തമാശ അല്ലേ കരിമ്പായി? എനിക്ക് സീരിയസാ. തയ്യം തത്ത തയ്യം താഹ തയ്യം തത്ത തൈ തൈ തിതി തൈ. നേരത്തെ പറഞ്ഞില്ലേ കാല് പുറകോട്ട് വെച്ചിട്ട്? അത് തൈ തൈ തിതി തൈ. ചേച്ചി ഒന്ന് കാണിച്ചതാ. തയ്യം തത്ത തയ്യം താഹ തയ്യം തത്ത തൈ തൈ തിതി തൈ. എന്താടാ പൊട്ട? फिर उसके बाद कुमार सानू का हिंदुस्तानी म्यूजिक कंसर्ट. वाह वाह, जवाब नहीं. बहुत मजा आया. और तीसरा प्रोग्राम था उषा उदुप का वो वेस्टर्न म्यूजिक, एकदम फर्स्ट क्लास. That I loved him so, he went away. Excuse me. ബോറടിക്കണ്ടല്ലേ? നീ എന്തായി ഫ്രഷ് ലൈൻ കഴിക്കാത്ത? മധുരയില്ലേ? നിനക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ വേഗം പറഞ്ഞു തോലക്ക്. എനിക്ക് പോയിട്ട് വരെ പണിയുള്ളത്. വെയിറ്റ് ചെയ്യ്, ഒരു മാറ്റർ ഉണ്ട്. നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് 1/2 മണിക്കൂറായല്ലോ. ആയല്ലോ, ഒരു 1/2 മണിക്കൂറുണ്ട്. ഒരു അർജന്റ് മാറ്റർ ആണ്. നിന്റെ സഹായം എനിക്ക് കൂടിയേ കഴിയൂ. വെയിറ്റ് ചെയ്യ് പ്ലീസ്. By the by, you like cricket? Yeah. How about you? Me too. I like cricket very much. Cricket तो मेरे लिए जिंदगी है. वो कल का क्रिकेट मैच टीवी पे देखा? हाँ. वाह वाह, कपिल देव का जवाब नहीं था. क्या मार रहा है यार. हमसे पूछेगा तो हम बता देंगे कपिल देव सबसे अच्छा प्लेयर है. कपिल देव का क्या बैटिंग है, क्या बॉलिंग है, क्या फील्डिंग चाहिए साहब? और कुछ चाहिए? नहीं नहीं नहीं, बिल्ला. Excuse me, एक मिनट. നിനക്ക് ബോറടിക്കില്ലല്ലോ? രാജേന്ദ്ര വെറുതെ മനുഷ്യനെ കുരങ്ങളിപ്പിക്കരുത്. മാറ്റർ എന്താന്ന് വെച്ചാ പറ. ഇനി മാറ്റർ പറയാനായി. ഒരു മിനിറ്റ്. दे दो. नहीं, आज मेरा ट्रीट है. बाप रे, मेरा पर्स किधर गया? वो പറഞ്ഞോല അവന്റെ കൊടുത്തല്ലോ. क्या? मैं पर्स उसको दिया था. एक मिनट. നിന്റെ മാറ്റർ എന്താണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. അളിയ ചതിക്കരുത്, എന്റെ പ്രസ്റ്റീജ് പ്രശ്നമാണ്.
ഇപ്പൊ എന്റെ പൈസ ഇല്ലായിരുന്നു നീ എന്ത് ചെയ്യും? അവിടുന്ന് വരാൻ ഇറങ്ങുമ്പോ നീ കാശെടുത്ത് പോക്കറ്റിൽ ഞാൻ കണ്ടല്ലോ. ആ എമൗണ്ട് കണക്കാക്കിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പ്ലീസ് ചവിട്ട് ഞാൻ ചവിട്ടോ ഇടിക്കോ തൊടിക്കോ എന്ത് വേണോ ചെയ്തോ, പക്ഷെ തൽക്കാലം പ്ലീസ്. നക്കി നാറി നായേ. അതെല്ലാം ഞാനാണ് സമ്മതിച്ചു. താങ്ക്സ്. हाँ, ये बिल का अमाउंट और ये 10 रुपया तुम्हारा टिप, യുവർ ടിപ്പ്. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇല്ലെങ്കിൽ രണ്ടിനെ ചവിട്ടി പുറത്താക്കി ഞാൻ. ദേഷ്യം വരാതിരിക്കുന്ന എങ്ങനെയാ സുഖാര? 10 രൂപ ടിപ്പ് കൊടുക്കണം. ഇവരാരാ? ദുബായ് ഷേഖിന്റെ മോനോ? ആ കാശ് കൊണ്ട് ഞാൻ 3 നേരം ലാവിഷായിട്ട് ചാപ്പാടിക്കും. നീ നക്കാണെന്ന് വെച്ച് എനിക്കും അങ്ങനെ ആവാൻ പറ്റുമോ? അതും അതേപോലെ ഒരു സിറ്റുവേഷനില് ഊസിയ കാശ് കൊണ്ടല്ലടാ നീ. നിങ്ങൾ രണ്ടും കൂടെ എന്നെ അങ്ങോട്ട് കൊല്ല്. അന്യ നാട്ടിൽ വന്ന് കിടന്നിട്ട് ഓഫീസിന് അവിടെയുള്ള സമാധാനം ഇവിടെ വന്ന ഇടാ ഞാൻ എന്ത് പഠിച്ച്? ഈ തെണ്ടി പ്രേമിക്കുന്നതിന് ഞാൻ കാശിൽ വെക്കേണ്ട കാര്യം എന്താ? നിനക്കറിയോ ഇവൻ എനിക്ക് എത്ര കാശ് തരാനുള്ളതെന്ന്? ഇവനെന്താ ശമ്പളം കിട്ടുന്നില്ലേ? കിട്ടുന്ന കാശ് മുഴുവൻ പെർഫ്യൂമും പാന്റും ഷർട്ടും മേടിച്ച് ചുപ്പയോ? ഒരു ഡ്രൈവർക്ക് ചേർന്ന വേഷമാണ് അവന്റെ. എന്റെ തൊഴിൽ തൊട്ട് കളിക്കരുത്. നിങ്ങളെ പോലെ ഒരു ഡിഗ്രി എനിക്കില്ലാതായി പോയി. അല്ലെങ്കിൽ ഞാൻ ഈ ബോംബെ വിലയ്ക്ക് വാങ്ങിച്ചത്. കിട്ടുന്ന കാശ് കൊണ്ട് ഇവിടെ അഷ്ടിമുഷ്ടി കഴിഞ്ഞുകൂടുക. പോരാത്തന് അച്ഛന് കേസ് നടത്താൻ മാസം നാട്ടിലേക്ക് മണി ഓർഡർ വേറെയും. ഇവൻ ഇതിന്റെ ദണ്ണം വല്ല അറിയോ? നിന്നോട് എനിക്ക് സിമ്പതി ഉണ്ട് വിഷ്ണു. ഒരു ശരാശരി മറുനാടൻ മലയാളിയുടെ പ്രാരബ്ധങ്ങളൊക്കെ നിനക്കുണ്ട്, എനിക്കറിയാം. പക്ഷെ നല്ലൊരു നാളേക്ക് വേണ്ടി ചെറിയ ചില ത്യാഗങ്ങളൊക്കെ സഹിച്ചേ പറ്റൂ, അല്ലേ? മാങ്ങാ തൊലി ഇങ്ങനെ നക്കി തിന്നാതെ അധ്വാനിച്ച് ജീവിക്കരാ. മര്യാദക്ക് എനിക്ക് തരാനുള്ള കാശ് മുഴുവൻ തന്നോണം. നിന്റെ കാശ് പലിശ സഹിതം ഞാൻ മടക്കി തരും. മടക്കി തരാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ വിളിച്ചാൽ സേട്ടുവിന്റെ മകൾ എന്നോടൊപ്പം വരില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നാളെ സേട്ടുവിന്റെ മകളുടെ ഭർത്താവായി അങ്ങേരെന്നെ അംഗീകരിക്കില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു സുപ്രഭാതത്തിൽ ഞാൻ നിന്റെ മുതലാളിയായി മാറില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അന്ന് നിന്റെ പൊസിഷൻ എന്തായിരിക്കും നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ ഈ പറഞ്ഞത് മുഴുവൻ നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്താ സംശയം? ഈ കൈ കണ്ടോ? രാജയോഗവും ഗജകേസരി യോഗവും ഒരുമിച്ച് കിടപ്പുണ്ട്. അനുഭവിച്ചേ പറ്റൂ. അനുഭവിച്ചേ പറ്റൂ. സിഗരറ്റ് ഉണ്ടോ കയ്യില്? എന്റെ ഒരു 10 രൂപ ഇങ്ങനത്തെ. സുധാര, പണം ഇന്ന് വരും നാളെ പോവും. പക്ഷെ നമുക്ക് വലുത് പണമാണ്. എടാ ഞാൻ ഇല്ലണ്ട് മേടിക്കാൻ വെച്ചിരുന്ന കാശാണത്. ഹലോ, ഇന്ന് ഞായറാഴ്ച ഓഫീസിലല്ലോ, പിന്നെ അങ്ങോട്ട്? രാമേട്ടന്റെ വീട്ടിലേക്കാ. ഞാനും അങ്ങോട്ടേക്കാ. ദേ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ? അതൊന്നും നോക്കിയേ. എന്തിനാന്ന്? അങ്ങോട്ടൊന്ന് നോക്കാൻ. അച്ഛനിപ്പോ വരാം, ഒന്ന് തിരിക്കില്ലേ? ദേ കണ്ടോ, രണ്ടുപേരും കൂടെ ഒന്നിച്ചുള്ള ആ വരവ് കണ്ടോ? അതെന്താ, അവർക്ക് ഒരുമിച്ച് വരാൻ പാടില്ലേ? അതല്ലെന്നേ, നല്ല ചേർച്ച. അത്രക്ക് ചേർച്ചയുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നണില്ലല്ലോ. നല്ല കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് തോന്നൂലല്ലോ. നല്ല കാര്യങ്ങളൊക്കെ നിന്റെ തലേന്നുള്ള പൊട്ടിമുളയ്ക്കണത്. അതാണല്ലോ എന്റെ ഈ വിജയരഹസ്യവും. അതെ, വിഷ്ണുവിനെ കൊണ്ട് നമുക്ക് അരുന്നതേ കല്യാണം കഴിപ്പിച്ചാലോ? അതെ, അത് നീയും ഞാനും തീരുമാനിക്കേണ്ട കാര്യമല്ല. രണ്ടുപേർക്കും കാരണവന്മാരുണ്ട്, അവരായിക്കോളും. അയ്യോ, ഞങ്ങൾ ഒന്നിച്ചല്ല വന്ന്. ഞാനിന്ന് ഓഫീസ് അവധിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് രാമേട്ട കാണാലോ എന്ന് വിചാരിച്ച് ബസ്സിൽ വന്നപ്പോ ഞാൻ വന്നപ്പോഴാണ് ഈ കുട്ടികളിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോ ചെറുപ്പശ്ശേരിയിലെ കാര്യങ്ങളെ. ആ, ഞങ്ങൾ ഒന്നിച്ച് ബസ്സിൽ വരുമ്പോൾ കണ്ടതാ. അപ്പൊ ഇങ്ങോട്ടാ വരുന്നെന്ന് പറഞ്ഞപ്പോ ഞാനും ഒന്നിച്ച് വന്നു. സിന്ധുവിന് അല്ല, തനിക്ക് ഡാൻസ് പഠിക്കേണ്ട കാര്യം ചേച്ചി പറഞ്ഞിരുന്നല്ലോ. ആ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോഴാണ് പഴയ ചെറുപ്പശ്ശേരിയിലെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ. ഒന്നും ചോദിച്ചില്ലോ ഞങ്ങള്. പിന്നെ എന്തിനാ ഇങ്ങനെ പറഞ്ഞു വിഷമിക്കണേ? അമ്മ എപ്പോഴും വഴക്ക. ആഴ്ചയിൽ ഒരു കത്തെങ്കിലും എഴുതി കൊടുന്നും പറഞ്ഞു. ആഴ്ചയിൽ ഒന്ന് പോയിട്ട് മാസത്തിൽ ഒന്ന് പോലും. സത്യത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല ഈ ബോറ് പരിപാടി. എടാ, നീ ഇത് എത്ര എഴുതും? എന്നും കാണുന്നുണ്ടല്ലോ. ദിവസത്തിൽ മിനിമം ഒരു കത്ത്. അതാണ് അവളുടെ ഒരു കണ്ടീഷൻ. എന്റെ അമ്മയെ ദിവസേന ഓരോ കത്തോ? എനിക്കും ഇഷ്ടമായി എഴുതാൻ. വൈഫിന്റെ പ്രധാന ജോലി പോസ്റ്റ്മാനെ കാത്തു നിൽക്കല. അന്യ നാട്ടിൽ ഒന്ന് കഷ്ടപ്പെടുമ്പോ നമുക്ക് ഇതല്ലേ ഉള്ളു വിഷ്ണു ഒരു ആശ്വാസം. എന്നാൽ എന്താടാ ഇത്രയൊക്കെ എഴുതാൻ? കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞൊക്കെ ആവുമ്പോ തനിക്കും എന്റെ സെന്റിമെന്റ്സ് മനസ്സിലാവും. എങ്ങോട്ടേ തള്ളണേ? കളിക്കരുത്. എന്റെ കട്ടിലിൽ കിടന്നിട്ട് എങ്ങനെ തന്നെ ചവിട്ടി പുറത്താക്കുന്നുടാ.
ശോഭമേ. എടാ ഇവന്റെ ഒരു കാര്യം കണ്ടോ? പോട്ടെ കള, അവൻ നന്നാവൂല. ഞാൻ ആലോചിക്കരുത്, ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു സെന്റിമെന്റ്സും ഇല്ലാതെ ഒറ്റത്തടി അങ്ങനെ കഴിയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? എന്താ ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നാൻ? ഇനിയിപ്പോ ഒരു കല്യാണം കഴിക്കുന്നോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ? വല്ലതും ഒത്തു വന്നിട്ടുണ്ടോ? ഒത്തുവരും. എന്റെ കാര്യമൊക്കെ ഭാര്യയ്ക്ക് എഴുതാറുണ്ടല്ലോ അല്ലേ? പിന്നെ എങ്കിൽ ഇതും കൂടി എഴുതിക്കോ. വിഷ്ണുവിന്റെ ജീവിതത്തിൽ സുപ്രധാനമായൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. ആരാ കക്ഷി? സമയമുണ്ട്, പറയാം. താൻ കുറെ നേരമായാലും മുക്കി മൂടി നടക്കാൻ തുടങ്ങിയിട്ട് കാര്യം എന്താന്ന് വെച്ചാ പറ. അത് പിന്നെ രാമേട്ട, അത്യാവശ്യമായിട്ട് എന്തോ സംസാരിക്കാണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നിട്ട് എനിക്ക് വേറെ പണിയുണ്ടോ? ഞാൻ പറയട്ടെ. വല്ല വെടിപ്പേരക്ക് തീ പിടിച്ച കാര്യോ ബസ് പറഞ്ഞ കാര്യം വെച്ചാൽ പറയണ്ട. അതല്ല രാമേട്ട, രാമേട്ട കല്യാണം കഴിച്ചിട്ട് എത്ര കൊല്ലായി? ഇതറിയാനെ താൻ എന്നെ ഇത്രയും ദൂരം കൂട്ടിക്കൊണ്ടുവന്നത്? ഒന്ന് അറിഞ്ഞിരിക്കാനെന്നേ. 15 കൊല്ലായി. ഇപ്പൊ രാമേട്ടൻ എത്ര വയസ്സായി? 54. അയ്യോ, അപ്പൊ 39ാമത്തെ വയസ്സിലാണ് രാമേട്ടൻ കല്യാണം കഴിച്ചത്? അതൊരു ലേറ്റ് മാരേജ് ആയിരുന്നു എന്ന് രാമേട്ടൻ തോന്നണില്ലേ? എനിക്കിപ്പോ അങ്ങനെ തോന്നണില്ല. അങ്ങനെയാണ്. 27-നും 30-നിടയ്ക്ക് ആണുങ്ങളായ കല്യാണം കഴിച്ചിരിക്കണം. അതാണ് അതിന്റെ കറക്റ്റ് പ്രായം. 30ാമത്തെ വയസ്സിലേ ജീവിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് നെട്ടോട്ട് ഓടുകയായിരുന്നു. സ്ഥിരവരുമാനമുള്ള ഒരു ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കുന്നുള്ള വാശിയായിരുന്നു. സ്ഥിരവരുമാനമുള്ള ഒരു ജോലി ഉണ്ടെങ്കിൽ 27ാമത്തെ വയസ്സിലും കല്യാണം കഴിക്കാം അല്ലേ രാമേട്ട? എന്താ തനിക്ക് കല്യാണം കഴിക്കാൻ തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ എന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ എന്റെ കാര്യ. എടോ, താൻ വാല് പൊക്കണ കണ്ടപ്പോഴേ മനസ്സിലായി തന്റെ രോഗം എന്താണെന്ന്. അല്ല, വീട്ടില് ഞാനാണേ മൂത്ത മകൻ. അപ്പൊ അമ്മ എപ്പോഴും പറയും. അതിന് ഞാനിപ്പോ എന്താ ചെയ്തു തരേണ്ടത്? രാമേട്ടൻ തെറ്റിദ്ധരിക്കൊന്നുമില്ല. രാമേട്ടന്റെ വീട്ടിൽ ഇടയ്ക്ക് വരാറുള്ള പെൺകുട്ടിയില്ലേ, അരുന്ധതി, നല്ല കുട്ടിയാ, നല്ല സ്വഭാവം. രാമേട്ടനെ ചേച്ചിയും കൂടി വിചാരിച്ച എനിക്കിഷ്ടം. എടോ, താൻ എന്നെ കുറിച്ച് എന്താ ധരിച്ചേ? എനിക്കും ഭാര്യയ്ക്ക് എന്താ കല്യാണ ബ്ലോക്ക് പണിയാ? നല്ല പയ്യനാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണെന്നൊക്കെ വിചാരിച്ച് വീട്ടിൽ കയറ്റിയിട്ട് മാനം മര്യാദയായിട്ട് ജീവിക്കുന്ന കുട്ടിയാടോ അത്. ആ കുട്ടി എവിടെ കിടക്കണു, താൻ എവിടെ കിടക്കണു? ആ കുട്ടിയുടെ തറവാട് എന്താ, അന്തസ് എന്താ? ഇനി ഞാനൊന്ന് പറയട്ടെ, താൻ ഞെട്ടൊന്നും വേണ്ട. മാസം 30,000 രൂപ ശമ്പളം വാങ്ങുന്ന മണി പോലുള്ള ചെറുക്കനായിട്ട് കല്യാണം ഉറപ്പിച്ചിരിക്കുക. എന്നിട്ട് വൃത്തിയോട് പറയാ. എന്താ താനൊന്നും മിണ്ടാത്തെ? നാവിറങ്ങിപ്പോയോ? സോറി, ഞാൻ ഒരബദ്ധം. ഞാനിങ്ങനെ പറഞ്ഞിട്ട് ചേച്ചിയോ കുട്ടിയോ അറിയരുത്. സോറി. തനിക്ക് ആ കുട്ടിയെ അത്രക്ക് ഇഷ്ടമായോ? കല്യാണം കഴിക്കുന്ന അത്രക്ക് മോഹമുണ്ടോ? പിന്നെന്തിനാ എന്നോട് ചോദിക്കണേ? കഴിച്ചൂടെ? രാമേട്ടൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ പലതും പറയും. എടോ നാണല്ലാത്തോനെ, ഇത്രയും കാലമായിട്ട് തനിക്ക് എന്നെ മനസ്സിലായിട്ടില്ലേ? തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതിനെതിരെ നിൽക്കടോ. തനിക്കിപ്പോ എന്താ വേണ്ടേ? ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം അല്ലേ? അടുത്ത ചിങ്ങത്തിലായല്ലോ. അയ്യടാ, അപ്പൊ ആ കുട്ടിയുടെ സമ്മതം വേണ്ടോ? പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ എന്താ ചേച്ചി മറുപടി പറയാ? നല്ലവണ്ണം ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. ചേട്ടനും എനിക്കൊക്കെ കൊള്ളാവും തോന്നി. ഇങ്ങനെ ഒരു തോന്നല് തന്നെ ഇതുവരെ മനസ്സിലുണ്ടായിട്ടില്ല. ഇനി തോന്നാലോ, അതിനുള്ള പ്രായമൊക്കെ ആയിരിക്കുന്നു അരുന്ധതിക്ക്. വേണ്ട ചേച്ചി, ഉടനെ ഒരു കല്യാണം ശരിയാവില്ല. അത് എപ്പോഴായാലും വേണം. നാടും വീടും വിട്ട് അന്യ നാട്ടിൽ വന്ന് ഒറ്റയ്ക്ക് കഴിയുമ്പോൾ കൂട്ടിനൊരു ആൺതുണ ഉണ്ടാകുക എന്ന് പറഞ്ഞാ അതല്ലേ അരുന്ധതി ഏറ്റവും വലിയ ഭാഗ്യം. എല്ലാം കൊണ്ടും വിഷ്ണു കുട്ടിക്ക് ചേരുകയും ചെയ്യും. വീട്ടിലെ ഇപ്പോഴത്തെ പരിതസ്ഥിതി ആലോചിക്കുമ്പോ എന്റെ ശമ്പളം കൂടി അയക്കുന്നതുകൊണ്ട് അവിടെ പണത്തിന് കുറച്ച് ഞെരുക്കം കാണും. ആദ്യം കവിഞ്ഞൊന്നുമില്ലല്ലോ. അച്ഛൻ മരിക്കുമ്പോ കുറെ കടം ഉണ്ടായിരുന്നു പല വകയിലായിട്ട്. അതിനിയും ബാക്കി കിടപ്പുണ്ട്. അതിനിടയില് പ്രാരാബ്ദം ഒഴിഞ്ഞിട്ട് ഇതിനൊന്നും നേരം ഉണ്ടാവില്ല കുട്ടിയെ. ഇതൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കണം. അമ്മയും കുട്ടിയമ്മയൊക്കെ ഉള്ളപ്പോ അവരല്ലേ തീരുമാനിക്കേണ്ടത്. അവരുടെ തീരുമാനമൊക്കെ നമുക്ക് പിന്നെ അറിയാം. കുട്ടിക്ക് ഇഷ്ടമാണോ ഇല്ലയെന്ന് പറ. അത് ചേച്ചി പറ കുട്ടിയെ. ആ ഭാഗത്ത് നിന്ന് ഇഷ്ടമാണോന്ന് അറിയാണ്ട് ഈ ഭാഗത്തുനിന്ന് ഇഷ്ടമാണോന്ന് അറിഞ്ഞാ മതി. എന്താ പച്ചക്കൊടി? എവിടെ? ഏത്? ക്ലീൻ ഗ്രീൻ സിഗ്നൽ. കാര്യം പറ. എടാ, നിന്റെ വളഞ്ഞ വഴിയൊന്നും വേണമെന്നില്ല ആഗ്രഹങ്ങൾ സാധിക്കാൻ. നേരായ വഴി കൂടെ പോയാലും ഗ്രീൻ സിഗ്നൽ. എനിക്ക് നോവുണ്ട്. ലവ് മാരേജ് ഉണ്ട്, അറേഞ്ച്ഡ് മാരേജ് ഉണ്ട്. ദിസ് ഈസ് ആൻ അറേഞ്ച്ഡ് ലവ് മാരേജ് മൈ ഡിയർ രാജേന്ദ്രൻ.
മനസ്സിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടി, ഒരേ ജാതി, ഒരേ നാട്, ബോംബെയിൽ സ്ഥിരമായിട്ടുള്ള ജോലി, സുന്ദരി, സുശീല, ശാലീന. കഥകളിലെ അമ്മണിക്കുട്ടി നന്ദിനെ പോലെ. യെസ്, മൈ ലൈഫ് ഈസ് സെക്യൂർ മേരാ ദോസ്ത്, സംജാ? അതിന് എന്നെ ഇങ്ങനെ ഇട്ടിട്ട് പദം വരുത്തുന്ന എന്തിന്? എന്റെ സന്തോഷം ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റൂ? ഇന്നത്തെ ചിലർ എന്റെ വക. आंखें किसी से ना उलट जाए मैं डरता हूँ, यारों हसीनों की गली से मैं गुजरता हूँ, दिल टूट जाए तो क्या हो अनजान, मैं तेरी मोहब्बत में पागल हो जाऊंगा, तुझे कैसा लगता है? തിരുവോണായിട്ട് നമ്മുടെ ഭാഷയിൽ എന്തെങ്കിലും ഒന്ന് പാട്. അത് ശരിയാ. ഓണത്തുമ്പി വന്നാട്ടെ, ഓമനത്തുമ്പി വന്നാട്ടെ, ഒരു നല്ല കഥ പറയാൻ വന്നിരുന്നാട്ടെ, യഹാ മഹാ വന്നിരുന്നാട്ടെ. ഇപ്പൊക്കെ എന്താ ഓണം, പണ്ടായിരുന്നില്ലേ ഓണം. ഇതൊക്കെ കാണുമ്പോ നാട്ടിലെ കാര്യങ്ങൾ ഓർമ്മ വരിക. അറക്കിലെ നാരായണനും ഓടിയമ്പറമ്പിലെ വേലായുധം കുട്ടിനായാലും കൂടി ഉച്ചയ്ക്ക് ഊട് കഴിഞ്ഞൊരു ഇറങ്ങലുണ്ട്, പിന്നെ ഒരു ജഗമൊക്കെയാ. ഞങ്ങൾ ഒന്നോണത്തിന് അന്ന് പുറത്തിറങ്ങില്ല. രണ്ടോണത്തിന്റെ അന്ന് കൂട്ടുകാരും മൊത്തം തൃശ്ശൂർക്ക് സിനിമ കാണാൻ ഒരു ഇറക്കമുണ്ട്. എന്നിട്ട് നേരെ ചെന്ന് ബസ്സിൽ കയറും. എല്ലാവരും കൂടി ബസ് പാടത്തേക്ക് മറിക്കും. പിന്നെ 7 ആള് മരിക്കും. ഒന്നില്ലെങ്കിൽ വെടിക്കെട്ടിന് തീ പിടിച്ച കഥ, അല്ലെങ്കിൽ ബസ് മറിച്ച കഥ. തിരുവോണായിട്ട് നല്ല എന്തെങ്കിലും പറഞ്ഞു വിടറോ? इधर रहना, फिक्र मत करो, ये अपना आदमी है, खाने को मैं बुलाता हूँ, समझे? എവിടെ എത്തി രാമേട്ടാ? ഞാൻ കുറച്ച് ലേറ്റ് ആയോ? നീ അങ്ങനെ പതുങ്ങി ഓടാൻ നോക്കണ്ട, ഞാൻ കാണുന്നുണ്ട്. ഓണത്തിന്റെ ഇടയ്ക്ക് ഏതായാലും ഞാൻ പുട്ടച്ചോടും ചെയ്യില്ല. അത് ഓണം കഴിഞ്ഞിട്ട്. അല്ല നല്ലൊരു ഓണായിട്ട് എന്തെങ്കിലും കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിക്കൂടെ? അസഭ്യം പറയാതിരിക്കണോ? താ കൊമ്പത്ത് കയറിക്കാണ്ട് താഴത്തിറങ്ങി എന്തെങ്കിലും ചെയ്തേ. അല്ല, ഇങ്ങനെ കഥ പറഞ്ഞോണ്ടിരുന്നാലേ സമയത്തിന് സദ്യ ഉണ്ടല്ലോ ഉണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ ഇതായിരിക്കും, അതല്ലേ അങ്ങോട്ട് നോക്കിയിരിക്കും. പിന്നെ അടുത്ത് തന്നെ നമുക്കൊരു സദ്യയും കൂടി ഉണ്ട വരും. എന്താ തിരുവൽപ്പാടിന് അടിയന്തരം പറ്റുണ്ടോ? അടിയന്തര അല്ല, ഇത് ഇങ്ങനെ. അത് ശരി, നിക്കാതെ. കണക്കൂട്ടലുകളൊക്കെ എവിടം വരെയായി? കല്യാണത്തിന് കാശ് കുറെ ചെലവാൻ സുധാര, അതിന്റെ ഒരു വെപ്രാളത്തിലാണ് ഞാൻ. അങ്ങോട്ട് കൊടുക്കാന്നല്ലാതെ അച്ഛൻ്റെ നിന്ന് കാലാണ് പ്രതീക്ഷിക്കണ്ട. മടങ്ങി വന്ന വീടിന് പകുതി കൊടുക്കാനുള്ള 5000 രൂപ വേറെയും കരുതണം. ഇവിടെ ഇപ്പൊ 5000-ന് ഒരു വീടോ ഫ്ലാറ്റോ ഒക്കെ കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു ലെക്കായിട്ട് കരുതിയാൽ മതി. തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ രൂപയുടെ കണക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടല്ല, കുറച്ച് അവധി കൂടി തരണോട്ട് സുധാര. പുതിയ വീട്ടിലേക്ക് താമസം തുടങ്ങുമ്പോ അത്യാവശ്യം വേണ്ട ഫർണിച്ചറൊക്കെ വാങ്ങണ്ടേ, അതിനും ചിലവാകും കുറെ. തനിക്ക് ഇഷ്ടമുള്ളപ്പോ തന്നാ മതി. പിന്നെ പുതിയ വീടൊക്കെ താമസിക്കുമ്പോ ഞാൻ നാട്ടിൽ നിന്ന് ഭാര്യയും മോനെയും കൂട്ടി ഒന്നങ്ങോട്ട് വരും, ഒരാഴ്ച താമസിക്കാം. ഒന്നിങ്ങോട്ട് വന്നേ, എന്താ കാര്യമുണ്ട്. എന്താ? കടം വാങ്ങിച്ചിട്ട് കൊടുക്കാനുള്ളൊരു വല്ലവരും പുറത്ത് നിൽപ്പുണ്ടാവും. എന്താ ഞാൻ വിളിച്ചു, അവൾ ഇറങ്ങി വന്നു. സേട്ടു പറയുമ്പോ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. നീ എന്താ ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ? എല്ലാം ആലോചിച്ചിട്ട് തന്നെയാ. ബേച്ചാര ഡർത്താ ഹെ. പെണ്ണിന്റെ മനസ്സാ, എപ്പോഴാ മാറണമെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ഈ കഷ്ടപ്പെട്ട ഒക്കെ വെറുതെ ആവും. ഈശ്വരൻ, നീ തീ കൊണ്ടാ കളിക്കുന്നത്. പേടിക്കാതെ, നിനക്കൊരു കുഴപ്പമുണ്ടാവില്ല. ഭാവിയിൽ പ്രയോജനം ഉണ്ടാവുകയും ചെയ്യും. ആരുടെങ്കിലും കണ്ണിപ്പെടുന്നതിന് മുമ്പ് വേഗം ഇവിടുന്ന് രക്ഷപ്പെടണം. എങ്ങോട്ട്? അതിനി തീരുമാനിക്കണം. എനിക്ക് അർജന്റായിട്ട് കുറച്ച് കാശ് വേണം. നിനക്ക് തരാവുന്ന നിന്റെ കല്യാണമൊക്കെ മംഗളമായിട്ട് നടക്കും. വിഷു ഹാപ്പി മാരീഡ് ലൈഫ്. നിനക്ക് തരാനുള്ളൊക്കെ ഞാൻ തിരിച്ചു തരാം. കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞോട്ടാ. കരിമ്പാട് പറഞ്ഞേക്ക്, ഞാൻ മുങ്ങിയിട്ടൊന്നും ഇല്ലാതെ. ചലോ ദുർഗ. എന്താണ് സാർ? സാബ്, വിഷ്ണു ആ ഗയാ. യെസ് സാർ. വിഷ്ണു ഉള്ള കൂപ്പിടാർ. എന്താ സാർ പ്രശ്നം? തെരിയില്ലപ്പാ, ഇത് ഏൻ കയ്യിലല്ല. सर, राजेंद्रन कहाँ है? कहाँ है वो साला? मुझे नहीं मालूम सर। इंस्पेक्टर साहब, ये झूठ बोल रहा है। ये उस कमीने के बारे में सब कुछ जानता है। ये दोनों आपस में दोस्त हैं और एक ही कमरे में रहते हैं। इसको बताए बगैर वो साला कहीं नहीं जाएगा। क्या नाम है तुम्हारा? विष्णु। सच सच बताओ, वेयर इज ही? आई डोंट नो सर। मुझे सच बुलवाना आता है। चलो पुलिस स्टेशन। ആട്ടെ, ഞാനൊന്ന് ചോദിക്കട്ടെ, നീ ചെല്ലനോടത്ത് മുഴുവനും പുലിവാലാണല്ലോ. നിന്റെ നക്ഷത്രം എന്താ? ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്ന രാമേട്ടൻ പറയുന്നത്? അല്ല, എത്ര കിട്ടി? എന്ത് പെട പെട? അവരെന്നൊന്നും ചെയ്തില്ല. അതെനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റണില്ല. അവരെന്നെ തല്ലിയില്ലെന്നേ. 3 മണിക്കൂർ തുടർച്ചയായിട്ട് ചോദ്യം ചെയ്തു. രാജേന്ദ്രൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാവുന്ന പോലീസിന്റെ വിചാരം. ആ സേട്ടുവിന്റെ ആൾക്കാരുടെയും തല്ലുകൊണ്ട് ചാവാനാണ് രാജേന്ദ്രന്റെ വിധി. അവന് വക്കാലത്ത് പിടിക്കാൻ പോയി നീ നിന്റെ തടി കടാക്കണ്ട. ഇപ്പൊ ആകെ ബുദ്ധിമുട്ടിലായത് ഞാനാ. കല്യാണമായിട്ട് ഇതിനിടെ എങ്ങനെ ലീവ് ചോദിക്കുന്നത്?
വീട്ടിലേക്കാണെങ്കിൽ കത്ത് എഴുതി വരുന്നു. ആ പേരും പറഞ്ഞ് സേട്ട് നിന്നെ പിരിച്ചുവിടാഞ്ഞത് ഭാഗ്യാണെന്ന് കരുതിയാ മതി. ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് രാമേട്ട? ചോദിക്ക്. ഈ ചോദ്യം നീ എന്താ ഇതുവരെ ചോദിക്കാത്തെന്ന് വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ. ഉള്ള കുരുത്തക്കറികളൊന്നും ഒപ്പിച്ച് ഞാനിപ്പോ എന്താ ചെയ്യേണ്ട രാമേട്ട? ആ ദേ ഉപദേശങ്ങൾ തരാൻ എന്നെക്കാളും മിടുക്കി ഇവളാണെന്ന് അറിയാലോ തനിക്ക്. ചോദിക്ക്, എല്ലാ കുരുട്ട് വിദ്യകളും പറഞ്ഞുതരും. नहीं, मैं कुछ भी नहीं सुनना चाहता। सर माय मैरिज। कुछ भी हो, मैं तुम्हें छुट्टी नहीं दे सकता। सर प्लीज। मैंने तुम सबको हर तरह की आजादी दी, लेकिन तुम्हारे उस कमीने दोस्त ने आजादी का नाजायज फायदा उठाया, और ये तुम अच्छी तरह जानते भी हो। इसमें मेरा कोई दोष नहीं है सर। देखो, तुम्हें नौकरी चाहिए या छुट्टी? अगर तुम जाना ही चाहते हो तो हमेशा के लिए चले जाओ। गेट आउट। ക്യാഷ് ലീവ് എടുക്കാൻ ആരുടെ അനുവാദമൊന്നും വേണ്ടല്ലോ. என்ன விஷ்ணு, என்னாச்சு? സാർ ഞാൻ ഒരു മാസം എൻഡ് ലീവ് ചോദിച്ചു, അങ്ങനെ തല പോയാൽ തരില്ല. சரி, இப்போ என்ன பண்ண போற? കല്യാണം മാറ്റി വയ്ക്കാൻ പറ്റുമൊന്നുമില്ലോ സാർ. എനിക്ക് 15 ദിവസത്തെ ക്യാഷ് ലീവ് ബാക്കിയുണ്ട്. സാർ അത് എങ്ങനെയെങ്കിലും സാങ്ഷൻ ചെയ്തു തരണം. சாபோட கோபம் தெரிஞ்சதுல உன் தோஸ்த பார்த்தா கொஞ்சம் ஜாக்கிரதையா இருந்து சொல்லு. എത്ര ദിവസത്തെ ലീവ് ഉണ്ടായിരുന്നു എനിക്ക്? 1 മാസം. വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. കല്യാണത്തിനൊക്കെ വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എവിടെ നടക്കാൻ? ജോലിയുടെ ഓട്ടപ്പാച്ചിലിന്റെ ഇടയില് നാട്ടിൽ പോയി മക്കളെ കാണാൻ കൂടി നേരം കിട്ടണില്ല. പുറപ്പെടാൻ തയ്യാറായോ? ആ ബെഡ് ഇപ്പൊ വെക്കേറ്റ് ചെയ്യുന്നുണ്ടോ അതോ? ഇല്ല, ഞാൻ നേരെ ഇങ്ങോട്ട് വരും. ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാം, അതല്ലേ സൗകര്യം. ആ, ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ കുട്ടിക്കുണ്ടാവും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. നീ ടിക്കറ്റൊക്കെ എവിടെ വെച്ചിരിക്കണേ? പോക്കറ്റിലുണ്ട്. ആ വിഷ്ണു, തീയതി നിശ്ചയിച്ചാലുടൻ ഇങ്ങോട്ട് എഴുതണം. ഞങ്ങൾ ആരും ലീവ് എടുത്ത് ഇത്രയും ദൂരം അങ്ങോട്ട് വരലുണ്ടാവില്ല. എന്നാലും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാലോ. ഇവന്റെ ഈ ആവേശവും സന്തോഷവും ഒക്കെ കൂടി കാണുമ്പോ വേണ്ടാന്ന് വെച്ച് കഷ്ടമായെന്ന് ഇപ്പൊ ഒരു തോന്നല്. അതെന്താ? ആയ കാലത്ത് രാമൻകുട്ടി എപ്പോഴും ഉപദേശിക്കായിരുന്നു, തിരുവുപ്പാടെ എവിടുന്നെങ്കിലും പെണ്ണിനെ തപ്പെടുക്കാൻ നോക്കുന്നു. അന്നത് കേട്ടില്ല. അല്ല, നേരം തെറ്റിച്ച് ബേജാറായിട്ട് ഓടിക്കാച്ചു വരിക. വണ്ടിന്റെ സമയമായോ? അല്ല, എവിടെ നമ്മളെ വാരസ്യാരുട്ടി? ആരെന്തത് ഇന്നലെ തന്നെ കരിമ്പായി വീടിന്റെ കാര്യം? ആ, ഞാൻ പറഞ്ഞ വീട് ശരിയാണ്, എല്ലാ ലക്ഷണവും ഉണ്ട്. അവിടെ നീ ധൈര്യമായിട്ട് പോയിക്കോ. പിന്നെ കെട്ടുവാളും കൂടി തിരിച്ചു വരുമ്പോ എന്നെ കണ്ടോളുന്നില്ല. ഞാൻ ഈ അൽശേഷന്മാരും കൂട്ടി 90-100 പിരിപ്പിക്കാൻ നടക്കല്ലേ. താക്കോല രാമേട്ടൻ ഏൽപ്പിച്ചേക്കാം, പോരെ? വിഷ്ണു, എന്താ സോര? ചെറിയൊരു സമ്മാനമാണ്. നമ്മൾ തമ്മിൽ എന്താ? ഇതെന്റെ മാത്രം വകയല്ല, ഞങ്ങൾ എല്ലാവരും കൂടെ. കൊടുക്ക്, വാങ്ങിച്ചോളൂ വിഷ്ണു. ഞങ്ങളുടെയൊക്കെ ഒരു സന്തോഷല്ലേ. മേടിച്ചോ എന്ത് അവിടെ നിക്ക്, ഓടല്ലേ. വരണ വഴിയാ? ആ, വിഷ്ണുവേട്ടൻ, അമ്മേ വിഷ്ണുവേട്ടൻ വന്നു. ഞാൻ പറഞ്ഞു മാക്സിയുടെ വീടടി കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ, ഈ പെണ്ണ് വളർന്ന ഒരുമാതിരി എരുമയെ പോലെ ആയല്ലോ. ഈ കണക്കിന് എന്റെ കല്യാണത്തിന് മുമ്പ് ഇവിടെ കെട്ടിച്ചേക്കേണ്ടി വരും. അതും ആലോചിക്കേണ്ട സമയമായിരിക്കണം. അച്ഛനോടമ്മേ? വക്കീലിനെ കാണാൻ പോയിരിക്കുക. നീ അയക്കുന്ന കാശ് മുഴുവൻ വക്കീലും കോടതിയായിട്ട് പോവാ. പിന്നെ പശുവിന്റെ കറവുള്ളതുകൊണ്ട് ദാരിദ്ര്യം ഇല്ലാന്നേ ഉള്ളൂ. ആ, വന്ന കാലം നിൽക്കാതെ ഉടുപ്പ് മാറാൻ നോക്ക്. വാ. നിന്നോട് ആരാ പറഞ്ഞത് എടുത്ത് നോക്കാൻ? ഇതാണെന്നെ ആള്. എങ്ങനെയുണ്ട്? വിചാരിച്ചത്ര മോശമായിട്ടില്ല. അയ്യാ, 3 സെന്റ് മൊട്ടപ്പറമ്പിന്റെ കാര്യത്തിന് വേണ്ടി എന്തിനാ രാഘവാരെ ഇങ്ങനെ കേസ് നടത്തണമെന്ന് ചോദിക്കും ചിലർ. ന്യായം ആരുടെ പക്ഷത്താ? എന്റെ പക്ഷത്താ. ആണായി പിറന്നാൽ ആണായി മരിക്കും. വിഷ്ണു വന്നിട്ടുണ്ട്. ആ, ഇങ്ങോട്ട് പോന്നിരിക്കണമെന്ന് കുഞ്ഞിനാര് വഴിയിൽ വെച്ച് പറഞ്ഞു. എത്ര ആഴ്ച തെളിവുണ്ടോ എനിക്ക്? 2 ആഴ്ചത്തെ. 2 ആഴ്ച തെളിവുണ്ടോ കല്യാണം കഴിക്കാൻ വന്നിരിക്കണേ? ലീവ് കിട്ടില്ല. അതിലിപ്പോ 2 ദിവസം വണ്ടി തന്നെ കഴിഞ്ഞില്ലേ? ഇനി മടങ്ങിപ്പോലും വേണം 2 ദിവസം. ഈ 10 ദിവസം കൊണ്ട് ഇത് എങ്ങനെ നടത്തി കൂട്ടാനാ? വേണമെന്ന് വെച്ചാൽ എല്ലാം നടക്കും. അമ്മേ, ദേ ചേട്ടത്തിയുടെ ഫോട്ടോ. നല്ല ഐശ്വര്യമുള്ള കുട്ടി. ഇത് കണ്ടോ? ജാതകം ഉത്തമത്തിൽ ചേർന്ന സ്ഥിതിക്ക് ഇനി ഫോട്ടോയ്ക്ക് എന്താ പ്രാധാന്യം? ഇനിയിപ്പോ നിങ്ങൾ എല്ലാരും കൂടെ എങ്ങനെ തീരുമാനിക്കുന്നു വെച്ചാൽ അത് പ്രകാരം നടത്താം. കുട്ടിയെ വിഷ്ണു നേരത്തെ കണ്ടിട്ടുള്ളതാണല്ലോ. ഇതാണ് വിഷ്ണുവിന്റെ അച്ഛൻ. മോൾക്കിപ്പോ അവിടെ എന്ത് കിട്ടും? ശമ്പളം? അല്ല, അച്ഛന് മടക്കത്തിലെ വക്കീൽ ഹോംസിനെ കാണണ്ടേ? ആ, കാണണം. എന്നാ പിന്നെ വൈകിക്കണം, മുഹൂർത്തം നോക്കാം. ഓ, ഇയാളെ തന്നെ കല്യാണം കഴിക്കാമെന്ന് ചേച്ചി നിശ്ചയിച്ചോ? എന്തേ? ഒരു ബ്രദർ എന്ന നിലയ്ക്ക് സ്വന്തം സഹോദരിയുടെ ഭാവി ജീവിതത്തിൽ എനിക്ക് അല്പം ഉത്കണ്ഠയുണ്ട്. എന്താടാ? എനിക്ക് ആ പാർട്ടി അത്ര പിടിച്ചില്ല. ഒരു ഹീറോ ലുക്കില്ല.
നിനക്ക് പിടിക്കണ്ട, എനിക്ക് പിടിച്ചിട്ടുണ്ട്, അത് മതി. ചേച്ചി ഒരു പുനഃപരിശോധന നടത്തുന്നതാ നല്ലത്. ഒന്ന് പോടാ, എനിക്കിഷ്ടായി ചേച്ചി, കണ്ടാൽ തന്നെ അറിയാം ചേച്ചിക്ക് നന്നായി ചേരും. അങ്ങനെ പറയാൻ വരട്ടെ, സൂക്ഷ്മ നിരീക്ഷണത്തിന് ശേഷമേ ഒരു നിഗമനത്തിലെത്താൻ പറ്റൂ. ഓ എടാ, കുറച്ചു നേരത്തേക്ക് നിന്റെ വായ നടച്ചു വെക്കേ, അപ്പുറത്തുള്ളവർ കേക്കണ്ട. രണ്ട് ജാതകങ്ങളും പരസ്പരം ഗണിച്ചു നോക്കിയപ്പോ എല്ലാം ശുഭമായിട്ടാ കാണുന്നത്. വീട് വെക്കാനും സൽസന്താനങ്ങൾ ജനിക്കാനും ഒക്കെ യോഗമുണ്ട്. 18-ാം തീയതി രാവിലെ മുഹൂർത്തമുള്ളൂ. എന്ന് 18-ാം തീയതി ഇന്ന് ബുധനാഴ്ചയായിട്ട് വരും. കുഴപ്പമില്ല. കേസ് 20-ാം തീയതിക്കാ വെച്ചിരിക്കുന്നേ. അല്ല, 18-ാം തീയതിയാണ് ഞങ്ങൾ ബോംബെക്ക് പോകാൻ ടിക്കറ്റ് റിസർവ് ചെയ്തിരിക്കുന്നത്. അതിനെന്താ പൊക്കോളൂ. വൈകുന്നേരം 5 മണിക്കല്ലേ വണ്ടി. ഉച്ചയോടും കഴിഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയാൽ മതി. അത് വിവാഹം കഴിഞ്ഞ് അന്ന് തന്നെ യാത്ര പുറപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു മര്യാദയല്ലോ പണിക്കരെ. നമുക്ക് അതിന് മുമ്പ് മുഹൂർത്തമൊന്നുമില്ല. അല്ല, പണിക്കര് കണക്കൂട്ടിയിൽ തെറ്റൊന്നും വന്നിട്ടില്ലല്ലോ. ഇവന് കമ്പ്യൂട്ടർ ജോലിസത്തിന് മാത്രമേ വിശ്വാസമുള്ളൂ. അതുകൊള്ള സസൂക്ഷ്മൻ ചിന്തിച്ചാൽ അങ്ങനെ വരട്ടെ. ഒരു മുഹൂർത്തമുണ്ട്. എന്നാ പണിക്കരെ? ഇപ്പൊ മണി എത്രയായി? 11:30. കൃത്യം 11:28. ഇലക്ട്രോണിക് വാച്ചാ. ഇന്ന് 11:30 ഒരു മുഹൂർത്തമുണ്ട്. അത് കഴിഞ്ഞാ പിന്നെ 18-ാം തീയതി ഉള്ളൂ. എന്നാ പിന്നെ ഇന്ന് തന്നെ നടത്താല്ലേ? 2 മിനിറ്റ് സമയമല്ലേ? കാര്യത്തിന്റെ കുട്ടൻസ് ഞാൻ പറയാം. കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ പോവാൻ വെച്ചാൽ വിരുന്നുപോക്ക് നടക്കില്ല. അതാവും വിഷ്ണു പറയണത്. ബന്ധു വീട്ടിലൊക്കെ ഒന്ന് വിരുന്നിന് പോകാതെ മടങ്ങുന്നത് മര്യാദയാണോ? ഞാൻ അറിയാതെ ഏത് ബന്ധുക്കളാണോ നിനക്ക്? സകല തന്നെ പ്രതികരണത്തല്ലേ ഞാൻ കേസ് നടത്തണത്. വേറെ നിവൃത്തി മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ നിശ്ചയിക്കാം. എന്താ? അപ്പോ 18-ാം തീയതി ബുധനാഴ്ച. ഇങ്ങോട്ട് വെച്ചേക്ക. അയ്യോ, ഞാനൊരു കാര്യം മറന്നു. കുറച്ച് നാളികേരം കൂടി ചാക്കി പൊതിഞ്ഞിട്ട് എടുക്കായിരുന്നു. ഈ ഉള്ളത് തന്നെ എങ്ങനെ കൊണ്ടുവന്ന് വിചാരിച്ച മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുക. അതിനിടയ്ക്ക് നാളികേരം കൂടി കെട്ടിയെടുക്കാൻ പോകണം. അവിടെ ചെന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം കാശ് കൊടുത്ത് വാങ്ങേണ്ടി വരും. വീടും കുടിയായിട്ട് പാർപ്പ് തുടങ്ങി കഴിയുമ്പോഴേ അറിയാം അതിന്റെ ദുരിതം. അടുത്ത കൊല്ലാകുമ്പോഴേക്കും നിന്റെ ദുരിതം ഒന്നും കൂടെ കൂടാൻ പോണേ ഉള്ളൂ. ഞങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് വിനോദയാത്രയായിട്ട്. നിങ്ങളെ വെറുതെ ഒന്ന് കാണാൻ. ഫസ്റ്റ് നൈറ്റ് ട്രെയിനിലാണല്ലേ? കമ്പാർട്ട്മെന്റിലൊരു സഹകരിച്ചാൽ മതി. വലിയ പ്രശ്നമൊന്നുമില്ല. എന്തേ ഉറക്കം വരുന്നുണ്ടോ? പുറത്ത് നല്ല നിലാവ്, നല്ല തണുത്ത കാറ്റ്. ജനലടയ്ക്കണോ? അയ്യോ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. എന്താ? നമ്മൾ അവിടെ ചെന്ന് താമസം തുടങ്ങിയ മിൽക്ക് ബൂത്തിൽ പാല് ഏൽപ്പിക്കണ്ടേ? വേറൊന്നും നീ മറന്നിട്ടില്ല അല്ലേ? ജാനകി, ദേ വധൂവരന്മാര് വരുന്നുണ്ട്. എവിടെ? അവരിന്ന് വരണമല്ലോ എന്ന് ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. വരൂ വരൂ. കല്യാണമൊക്കെ കേമായിരുന്നു കുട്ടിയെ. തന്റെ ക്ഷണക്കത്ത് കിട്ടിയിരുന്നു. കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം പോലും നാട്ടിൽ നിൽക്കാൻ പറ്റില്ല അല്ലേ? വീട് എവിടെ ശരിയായിരിക്കുന്ന രാമേട്ട? കരിയും താക്കോല് വന്നോ? ഈ പറഞ്ഞു വെച്ചിരുന്ന വീട് കിട്ടിയില്ല. അവിടെ താമസിക്കുന്ന ആൾക്കാർ ഒഴിഞ്ഞില്ല അത്രേ. അയാൾക്ക് റിട്ടയർമെന്റിന്റെ കാലാവധി 2 കൊല്ലം കൂടെ നീട്ടി കിട്ടിയെന്ന്. പിന്നെ വീട് ഒഴിഞ്ഞ പ്രശ്നമില്ലല്ലോ. അപ്പൊ പിന്നെ 1-2 ആഴ്ചക്കകം ശരിയാക്കാന്നും പറഞ്ഞ കരീംബായി പോയിരിക്കണത്. വീട്ടിലേക്ക് മാറാന്നുള്ള പ്രതീക്ഷയില ഞങ്ങൾ വന്നത്. പെട്ടിയ സാധനങ്ങളൊക്കെ ടാക്സി തന്നെ വെച്ചിരിക്കുക. അതൊക്കെ ഇങ്ങോട്ട് എടുത്തോളൂ വിഷ്ണു. വീട് കിട്ടുന്നവരെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. സൗകര്യം ഇത്തിരി കുറവാന്നേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാടോ. വേണ്ട രാമേട്ട, കുറച്ചു ദിവസം പ്രശ്നമല്ലേ ഉള്ളൂ.
അരുന്ധതി ഹോസ്റ്റലിലേക്ക് പൊക്കോളൂ. ഞാൻ ലോഡ്ജിൽ തന്നെ കൂടിയാൽ മതിയല്ലോ. എന്നാലും കല്യാണം കഴിഞ്ഞ് പുതുമോടിയോടെ വന്നിട്ട് അത് സാരില്ല ചേച്ചി. ഹായ്. ഹായ്. വരൂ വരൂ. ഇത് പരിചയപ്പെടുത്തൽ വേണ്ട മിസ് അരുന്ധതി. ഓ സോറി മിസ്സസ് അരുന്ധതി. നല്ല കാര്യങ്ങൾ കാണുന്നത് തന്നെ ആനന്ദകരമാണ്. അകത്തേക്ക് വരൂ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവത്തിനോട് നന്ദി പറയൂ കുട്ടികളെ. വിഷ് യു എ വെരി ഹാപ്പി സക്സസ്ഫുൾ മാരീഡ് ലൈഫ്. ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യന് വേർപിരിക്കാൻ അവകാശമില്ല. ഞാൻ ഇന്നും ഓർക്കുന്നു, വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ആദ്യമായി ഈ വീട്ടിലേക്ക് താമസം മാറി വന്ന ദിവസം. അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഞാൻ ഇത് ഹോസ്റ്റലാക്കിയത്. സ്നേഹിക്കുന്ന രണ്ട് ആത്മാക്കൾ സ്വർഗതുല്യമായ ഒരു ഷെൽട്ടറിൽ ഒത്തുചേരുമ്പോൾ എന്താ സംഭവിക്കുക? മാഡം, നക്ഷത്രങ്ങൾ വിളക്കുകൾ കൊളുത്തി കാവലിരിക്കും. മാലാകമാർ പുഷ്പങ്ങൾ കൊണ്ട് അവരെ മൂടും. എവിടെയാണ് താമസിക്കാൻ നിങ്ങൾക്ക് വീട് കിട്ടിയിരിക്കുന്നത്? അരുന്ധതിയുടെ കിടക്കയും മറ്റു സാധനങ്ങളും ഞാൻ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാഡം, തൽക്കാലം അരുന്ധതി എന്നോട് വരുന്നില്ല. അതെന്താ? വീട് ഇതുവരെ ശരിയായിട്ടില്ല. 1-2 ആഴ്ചയാവും. അതുവരെ അരുന്ധതി ഇവിടെ തന്നെ താമസിക്കാൻ പോവാ. ഞാൻ ഇറങ്ങട്ടെ അരുന്ധതി, ഓഫീസിൽ പോണ്ടതാ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇവിടെ വെക്കണോ വേണ്ട ഞാൻ ലോഡ്ജിൽ വെച്ചേക്കാം. ഓട്ടെ, ഞാൻ ഓഫീസിലേക്ക് വിളിക്കാം. നിനക്കിവിടെ അസൗകര്യമൊന്നുമില്ലല്ലോ? ഹോസ്റ്റലിൽ നിലവിലുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ നിർവാഹമില്ല മിസ്റ്റർ വിഷ്ണു. പൊയ്ക്കോളൂ, സമാധാനാച്ച പൊയ്ക്കോളൂ. അരുന്ധതി ഇവിടെ തന്നെ ഉണ്ടാവും. ഗോഡ് ബ്ലസ് യു. എന്നാൽ ഇതുപോലൊരു ലോക ട്രാജഡി ഗിന്നസ് ബുക്കിലും കൂടെ കാണൂല. മുഹൂർത്തം എല്ലാം കുഴപ്പിച്ചത്. ശരിക്കൊന്ന് കയ്യിൽ കിട്ടിയത് പോലില്ല ഇതുവരെ. എന്നാ പിന്നെ ഒരു ഫസ്റ്റ് ക്ലാസ് കൂപ്പ ബുക്ക് ചെയ്തിട്ട് പോരായിരുന്നില്ലേ? അതെങ്ങനെയാ? ട്രെയിനിൽ വെച്ച എല്ലാം ആലോചിക്കുന്നത് തന്നെ. ആ നേരത്തെ പിന്നെ എന്ത് ചെയ്യാനാ? അമ്മായിയുടെ വകയായിരിക്കും ഈ ഐറ്റംസ്. വീടായിട്ട് താമസം മാറാനുള്ള പറഞ്ഞ് തന്നേച്ച. മാങ്ങാച്ചാറ്, കരോലപ്പം, അരിമുറുക്ക്, ഏത്തക്ക ഉപ്പേരി. ഇനിയൊക്കെ കേടാവും. ഇതൊന്നും കേടാവാതെ നിന്ന് നിൽക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വേണ്ട വേണ്ട തിന്നോ. നിനക്ക് ഇതൊന്നും ഇപ്പൊ ചങ്ങീന്ന് ഇറങ്ങൂലെന്ന് എനിക്കറിയാം. കരീംബായി വീടിന്റെ കാര്യം എന്ത് പറഞ്ഞു? 2 ആഴ്ചക്കുള്ളിൽ ശരിയാക്കാന്നാ പറഞ്ഞു. അപ്പൊ ഈ 2 ആഴ്ച ഹോസ്റ്റലിൽ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഷട്ടിൽ അടിക്കുന്ന? അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? മൂഡ് ഓഫ് ആവൊന്നും വേണ്ട. 2 ആഴ്ചത്തെ പ്രശ്നമല്ലേ ഉള്ളൂ. അയ്യോ, ഓഫീസിൽ പോകുന്ന സമയമായി. അല്ല, നീ പോണില്ലേ ഇന്ന്? പിന്നെ അതിനെല്ലാം ഇന്ന് തന്നെ കെട്ടിയെടുത്ത്. അപ്പൊ നമുക്ക് വൈകിട്ട് കാണാം. ഞാൻ പോട്ടെ. കല്യാണം കഴിഞ്ഞ് എത്ര പെട്ടെന്ന് എത്തിയോ? 1 മാസം ലീവ് എന്ന് പറഞ്ഞിട്ട്? ലീവ് ക്യാൻസൽ ചെയ്തു. എന്തു പറ്റി? ഒന്നുമില്ല. എക്സ്ക്യൂസ് മീ. യെസ്. മാഡം, എ കോൾ ഫോർ യു. ഹലോ. ഞാനാ. താനും ദീപം ഓഫീസിൽ ജോലി ചെയ്യുന്നു. എനിക്കൊരു മൂഡും ഇല്ലെന്നേ. എനിക്കിപ്പൊ തന്നെ കാണണം തോന്നുന്നു. ഏതായാലും 5 മണി വരെ ക്ഷമിക്കേ. സമയം പോകുന്നില്ലെന്നേ. പിന്നെ വൈകിട്ട് എന്താ പരിപാടി? വിഷ്ണുട്ടൻ പറ. ഒരു കാര്യം ചെയ്യ്, ഓഫീസ് കഴിഞ്ഞ് നേരെ ഹോസ്റ്റലിലേക്ക് പോക്കോ. ഞാനിവിടെ എത്തിക്കോളാം. ശരി. ഹലോ മിസ്റ്റർ വിഷ്ണു. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ട്രാഫിക് ജാമിൽ പെട്ട് ലേറ്റ് ആയി പോയി. അരുന്ധതി. അരുന്ധതി को बुलाओ. യെസ് മാഡം. കം ഇൻ. ഇരിക്കും മിസ്റ്റർ വിഷ്ണു. താങ്ക് യു. ആദ്യം കണ്ടപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു, അരുന്ധതിക്ക് അനുയോജ്യനായ ഹസ്ബൻഡാണ് മിസ്റ്റർ വിഷ്ണു. മെയ്ഡ് ഫോർ ഈച്ച് അതർ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? അയ്യോ, ഒന്നും വേണ്ട. അരുന്ധതി. യു ആർ വെരി സ്മാർട്ട് മിസ്റ്റർ വിഷ്ണു. എന്റെ ഹസ്ബൻഡും ഇതുപോലെ നീണ്ടു മെലിഞ്ഞിട്ടായിരുന്നു.
ഹി വാസ് സോ സ്മാർട്ട് ആൻഡ് സോ ഹാൻസം. എന്നെ എന്ത് ഇഷ്ടമായിരുന്നെന്ന് അറിയാമോ? തമാശകൾ പറഞ്ഞ് എപ്പോഴും എന്നെ ചിരിപ്പിക്കുമായിരുന്നു. വാ 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 വാ. ഗോവയിൽ വെച്ചാണ് ഞങ്ങൾ ആദ്യം കണ്ടുമുട്ടുന്നത്. ഇറ്റ് വാസ് ഓൺ 1957. അന്ന് ഞാൻ അവിടെ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റിൽ പഠിപ്പിക്കുകയായിരുന്നു. 3 വർഷത്തെ ഡിവൈൻ ലവ്. എന്നെ അദ്ദേഹം സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചു. ബട്ട് യു നോ മിസ്റ്റർ വിഷ്ണു, ഫേറ്റ് വാസ് ക്രൂവൽ ടു മീ. വിവാഹം കഴിഞ്ഞ് 6 മാസം തികഞ്ഞില്ല. വൺ ബാഡ് സൺഡേ. ഞാൻ ഇന്ന് ഓർക്കുന്നു. വെറും ഒരു കാർ ആക്സിഡന്റ്. I'm an unlucky woman. ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. Oh Jesus! It's 7 o'clock now. Sorry, Mr. Vishnu. ഈ ഹോസ്റ്റലിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് 7 മണി കഴിഞ്ഞാല് പുരുഷന്മാർക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് മിസ്റ്റർ വിഷ്ണു ഇപ്പൊ പോയിട്ട് നാളെ നേരത്തെ വരൂ. എനിക്ക് കുറെ കാര്യങ്ങളൂടെ സംസാരിക്കാനുണ്ട്. അത് മാഡം ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാൻ. ഓ ഇറ്റ്സ് ഇംപോസിബിൾ മൈ ബോയ്. 7 മണി കഴിഞ്ഞാൽ ഇവിടുത്തെ കുട്ടികളെ പുറത്തേക്ക് വിടാൻ ഞാൻ അനുവദിക്കാറില്ല. മാഡം ഞങ്ങൾ ഹസ്ബൻഡും വൈഫും അല്ലേ? യെസ് ഐ നോ. ഇവിടുത്തെ അധികം കുട്ടികളും വിവാഹം കഴിച്ചവരാണ്. അവർക്കൊക്കെ ഭർത്താക്കന്മാരും ഉണ്ട്. അതിന്റെ പേരിൽ അല്പ സ്വാതന്ത്ര്യം അനുവദിച്ചാൽ അത് ഇവിടുത്തെ ഡിസിപ്ലിനെ ബാധിക്കും. മാഡം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇപ്പൊ തന്നെ തിരിച്ചു വരാം. Tomorrow you can come at 5 o'clock and you can take her. Madam, you know I am Vishnu. I know you well, Mr. Vishnu. You are a very good boy. Now you can go. Please. ഉള്ളിലേക്ക് കാലും നീട്ടിയിരിക്കും. ഒറ്റ ചവിട്ടി കൂട്ടിയോണ്ടല്ലോ. ആ തള്ളെ കെട്ടിയെടുക്കറായി. അതിന് മുഴുത്ത വട്ട. Good night, Mr. Vishnu. Oh. You can go to your room. വരൂ. വരൂ, ഇരിക്കൂ. എന്റെ കാര്യം മനസ്സിലായി, മറന്നിട്ടില്ല. തന്റെ കാര്യത്തിൽ ഞാൻ എന്റെ ആൾസേഷന്മാർ ശ്രമിക്കുന്നുണ്ട്. സ്ഥലം ഒത്തു കിട്ടണ്ടേ? അപ്പോഴേ കഴിയുമ്പായി ഇവന്റെ കാര്യം വലിയ കഷ്ടത്തിലാണ്. ഇങ്ങനെ കൊട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഒന്ന് ആഞ്ഞു ശ്രമിക്കണം. ശ്രമിക്കുന്നുണ്ട്. ഇന്നലെയും ഞാനൊരു വീട് പോയി നോക്കി. അപ്പോഴേക്ക് വേറെ പഹന്മാര് 30,000 രൂപ പകുതി കൊടുത്ത് അത് കൊണ്ടുപോയി. 30,000 ഞാൻ വിചാരിച്ചുണ്ടാകാൻ പറ്റില്ല. ഇവന്റെ വർത്താനം കേട്ടാ തോന്നും ഇവർക്കും ഭാര്യക്കും ഇവിടെ ആരോ വീട് പണിതിട്ടിട്ടുണ്ടെന്ന്. ഒന്ന് ക്ഷമിക്കുന്നു. ഇപ്പൊ തന്നെ 2 ആഴ്ച കാത്തു. 2 ആഴ്ചക്ക് ഒരാഴ്ചയാണോ പഹയ? ചിലപ്പോ 6 മാസം ഒരു കൊല്ലൊക്കെ കാത്തിക്കേണ്ടി വരും. ഞാനത് അവനോട് പറഞ്ഞു. ഇത് സ്ഥലം ബോംബെയാ. എന്തിനേറെ ഇന്നത്തെ കാലത്ത് കേരളത്തിലെ ഒരു കൊച്ചു ടൗണിൽ പോയാൽ പോലും ചെന്നൈന്റെ പിറ്റേ ദിവസം വീടൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇത് കേസ് വേറാണ്, തിരുമുൽപ്പാണ്. നിങ്ങൾക്കിത് പറഞ്ഞാൽ മനസ്സിലാവൂല. ഇതിന് കല്യാണം കഴിക്കണം. ശാദിക്കാരനോ അതൊക്കെ. വിഷ്ണു വിഷമിക്കാണ്ടിരിക്കേ. തൽക്കാലം നമുക്കൊരു വഴി ഉണ്ടാക്കാം. ഇതറാ ഇങ്ങോട്ട് വാണ്. मेरे जिक्र जबी मुझे मालूम नहीं है, मेरे जिक्र जबी और मैं कहा मैं तो कुर्बान मेरी जान मेरी जान। मेरे जिक्र जबी मुझे मालूम नहीं है, मेरे जिक्र जबी और मैं कहा मैं तो कुर्बान मेरी जान मेरी जान। ला ला ले ला ले ला ले ला। क्या सब गाने के लिए कुछ फिर बुलाएगा? ठीक है.
പോലീസുകാർ SI ആയതുകൊണ്ട് തടി കേടുവരാതെ കിട്ടി. ഇപ്പോഴെങ്കിലും രാമേട്ടന് ബോധ്യായോ ബൊമ്പായിൽ കരീംബായിക്കുള്ള വെയിറ്റ്? കുട്ടി, ചിലരുടെ ജാതകത്തില് ഇങ്ങനെ ഓരോ യോഗങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് കരുതി അത് അങ്ങോട്ട് മറക്കുക. ജീവിതത്തില് മറക്കേണ്ട പല കാര്യങ്ങളുണ്ടല്ലോ, ചില ദുസ്വപ്നങ്ങൾ മാതിരി. എല്ലാം എന്റെ കുറ്റ. വേണ്ടെന്നരുന്നത് പല പ്രാവശ്യം പറഞ്ഞത് ഞാൻ കേട്ടില്ല. സോറി. ഞാനിനി എങ്ങോട്ടുമല്ല. വിഷ്ണുവായിട്ട് നിർബന്ധിക്കരുത്. ദൈവം ശപിച്ചിട്ടുണ്ടാവും നമ്മളെ. ഒരുമിച്ച് താമസിക്കരുതെന്നും പറഞ്ഞു. ഏയ്, അങ്ങനെ ഒന്നും വിചാരിക്കരുത്. എല്ലാം നേരെയാവും. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അരുന്ധതി. വാ, എല്ലാം മറക്കുക. ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് മനസ്സിൽ ഉറപ്പിക്കുക. കരയണ്ട. ये कौन है भाई? इतनी रात गई, ये क्या मुसीबत है? രാജേന്ദ്ര, പകല് പുറത്തിറങ്ങി നടക്കാറായിട്ടില്ലല്ലോ ബോംബെയില്. അതുകൊണ്ടായി പാതിരാത്രിക്ക്. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഫാദറിന്റെ റിയാക്ഷൻ? അനുഭവിച്ചൊക്കെ ഞാനല്ലേ. നിന്നോടുള്ള അരിശം കൊണ്ട് അയാൾ എനിക്ക് ലീവ് പോലും തന്നില്ല. കൊറേയൊക്കെ ഞാനും അറിഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട് അന്തരീക്ഷം? ശാന്തമായിട്ടൊന്നുമില്ല. നിന്നെ കയ്യിൽ കിട്ടിയാലും ചേട്ട് വെറുതെ വിടാനും പോകുന്നില്ല. കുറച്ചുകൂടി ശക്തി സംഭരിച്ചിട്ട് വേണം മോളെയും കൂട്ടി അയാളുടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ. ഇപ്പൊ പന്ത് എന്റെ കോർട്ടില്ല. മാരേജ് രജിസ്റ്റർ ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റും പോക്കറ്റിട്ടുണ്ടാ ഞാൻ നടക്കുന്നത്. അതൊക്കെ പോട്ടെ, നീ ഇപ്പൊ എവിടെയാ? തൽക്കാലം സേട്ടുവിന്റെ കണ്ണിപ്പെടാത്ത ഒരു സ്ഥലത്ത്, പൂനെക്കടുത്ത. ഇതാ എന്റെ അഡ്രസ്. നീ മാത്രം അറിഞ്ഞാ മതി. സേട്ടുവിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നീക്കമുണ്ടായാൽ നീ എന്നെ അറിയിക്കണം. പിന്നെ നിന്നെ ഞാൻ കുറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട്. മനഃപൂർവ്വം അല്ല വിഷ്ണു. ഇപ്പൊ ഞാൻ കുറെ സൗകര്യത്തിലാ. നിന്റെ കാശ് ഞാൻ കുറേശ്ശെ തന്നു തീർത്തോളാം. എന്നെ പറ്റി പറയണ തിരക്കില് നിന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ മറന്നു. എവിടാ നിന്റെ കെട്ടിയോള്? എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണമൊക്കെ? കല്യാണമൊക്കെ ഗംഭീരമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ആൺകളെ ഇക്കരെയും പെൺകളെ അക്കരയായിട്ട് കഴിഞ്ഞു കൂടുക. ഫേറ്റ്. അതെന്ത് പറ്റി? അവളെ ഇവിടെ കൊണ്ടൊന്ന് താമസിപ്പിക്കാൻ പറ്റുമോ? ഒരു വീടിന് വേണ്ടിയുള്ള അലച്ചില്ല. അത് കൊള്ളാം. ഒറ്റക്കട്ടിൽ ഒറ്റയ്ക്ക് കിടക്കണമെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവന്റെ വാരിയിൽ ചവിട്ടി ഒടിച്ചിട്ട് അറം പറ്റിയല്ലോടാ വിഷ്ണു. धरने के लिए कुछ भी नहीं. पहले दिया ना वो दवाइयाँ, वो दे दीजिए, ठीक हो जाएगा. थैंक यू. സിന്ധു എന്ത് പറ്റി? ഇന്നലെ രാത്രി ശ്വാസമുട്ടൽ കുറച്ച് കൂടി. രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല കുട്ടി. ഡോക്ടർ എന്ത് പറഞ്ഞു? എപ്പോഴും പറയാറുള്ളത് തന്നെ, പൊല്യൂട്ടഡ് എയർ കൊണ്ടുണ്ടാകുന്ന അലർജി. ഇവിടത്തെ ഈ പുകയും പൊടിയൊക്കെ ശ്വസിച്ചിട്ടാ. ഇതൊന്നും ഇല്ലാത്ത ഏത് സ്ഥലം ഉണ്ടോ ഈ നഗരത്തില്? മോളുടെ ആരോഗ്യത്തിന് വേണ്ടി ഇവിടത്തെ ജോലിയും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് കുളു താഴ്വരെ ചെന്ന് താമസിക്കാൻ പറ്റുമോ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക്? ഇടയ്ക്ക് തോന്നും ഇതൊക്കെ ഇട്ടെറിഞ്ഞ് നാട്ടിൽ പോയാലോന്ന്. എന്നിട്ട് എന്ത് ചെയ്യാനാ? 1 വർഷത്തെ സർവീസും കൂടെ ബാക്കിയുള്ളൂ. അതുവരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം. വളരെ കുറച്ചേ ഉള്ളൂ മോഹം. വിഷ്ണു അരുന്നത് എവിടെ? കണ്ടില്ലല്ലോ. ഓഫീസിൽ നേരെ ഇങ്ങോട്ട് വരും. അപ്പൊ രണ്ടുപേരും കൂടെ ചേർന്നുള്ള പ്രോഗ്രാം ആണല്ലേ? ഞാൻ ആ ഹോസ്റ്റലിൽ പോക്ക് നിർത്തിയേച്ചി. ശരിയാവില്ല. ആ തള്ള മാറ്റണം സഹിക്കാൻ വലിയ പാടാ. കഷ്ടം തന്നെയാ നിങ്ങളുടെ കാര്യം. കരീംഭായി എന്താ പറഞ്ഞത്? കാണുമ്പോ ഉടനെ ശരിയാവെന്ന് പറയും. അല്ലാതെ തന്നെ ഞാനും എന്റെ വഴിക്ക് ശ്രമിക്കുന്നുണ്ടോ. ഇങ്ങനെ കുറെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ നമ്മുടെ നാടിന്റെ വില അറിയണത്. അരുന്ധതി വരുന്നുണ്ടല്ലോ. ഞങ്ങളൊന്ന് പുറത്തിറങ്ങിട്ട് വരാം. അതാ നല്ലത്. ഇവിടെ നിന്നാ ഇവരുടെ ലാത്തിയും കൂടി സഹിക്കേണ്ടി വരും. മേട്ടനേക്കാളും ഒട്ടും മോശമല്ല ഇവളും ആ കാര്യത്തില്. പാവങ്ങള് ലാവത്ത് അഴിച്ചുവിട്ട കോഴികളെ പോലെ നടക്കുക.
ഒരു രാത്രി ഇവിടെ താമസിക്കട്ടെന്ന് വെച്ചാ നമുക്ക് അതിനുള്ള സൗകര്യം ഇല്ലല്ലോ. എന്തത്? നമ്മുടെ വീട്. ഇതുപോലൊരു കൊച്ചു വീട് മതി, ഒരു കൊച്ചു സ്വർഗം. എപ്പോഴാ വിഷ്ണുട്ടാ? ഞാൻ ഒരുപാടൊക്കെ സങ്കല്പിച്ചു നോക്കി. പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ഈ ബോംബെ നഗരം ശൂന്യമാവുന്നു. ഒരൊറ്റ മനുഷ്യരില്ല, ഒരൊറ്റ വാഹനങ്ങളില്ല, നമ്മൾ രണ്ടുപേരും മാത്രം. ഇവിടുത്തെ ആയിരക്കണക്കിന് ഫ്ലാറ്റുകളിലെ 10,000-കണക്കിന് മുറികൾ നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നു. എങ്ങോട്ട് പോണമെന്നറിയാതെ നമ്മൾ ആകെ പകച്ചു നിൽക്കുന്നു. എങ്ങനെയുണ്ടാവും? കുട്ടിമാമ്മയുടെ കത്തുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. ഇങ്ങോട്ട് പുറപ്പെടുക അത്രേ, കുറച്ചു ദിവസം നമ്മുടെ കൂടെ താമസിക്കാൻ. ഞാൻ എഴുതി വരണ്ടാന്ന്. നമ്മളിവിടെ എങ്ങനെയാ കഴിയുന്നതെന്ന് അവരറിയണ്ടല്ലോ. വീട്ടിലും അങ്ങനെ തന്നെ ധരിച്ചിരിക്കുന്നു. ഞാനും ഒന്നും എഴുതിയിട്ടില്ല. മിസ്സസ് അരുന്ധതിയുടെ കയ്യിൽ വാച്ച് ഇല്ലേ? ഉണ്ട്. ഇപ്പൊ സമയം എത്രയായി? 8 മണി. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഗോ ടു യുവർ റൂം. ഗുഡ് നൈറ്റ് മിസ്റ്റർ വിഷ്ണു. എന്താടോ കണ്ടിട്ടൊരു മാതിരി? കുറച്ച് മഴ നനഞ്ഞു. ഒരു കട്ടൻ കാപ്പി വേണമായിരുന്നല്ലോ. അയ്യോ, എല്ലാം എടുത്തു വെച്ചല്ലോ. സാരമില്ല. ഹലോ ഹലോ, മേ ഐ സ്പീക്ക് ടു മിസ്റ്റർ വിഷ്ണു നാരായണൻ പ്ലീസ്? സോറി മാഡം, ഹി ഈസ് ഓൺ ലീവ് ടുഡേ. अरे यार बड़े दिनों के बाद मिले, कहाँ रहते हो? अरे यार चल मेरे साथ चल यार। अबे काम छोड़, बाद में बताऊंगा। तू मेरे साथ चल से। नहीं यार काम हम छोड़ कभी। चल मेरे साथ चल। नहीं यार വിഷ്ണുട്ടാ, നീ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? ലീവ് എടുത്തോ? ഞാൻ പേടിച്ചു. ഒന്നുമില്ല, ചെറിയൊരു പനി, 2 ദിവസം കൊണ്ട് മാറും. ഒറ്റയ്ക്ക് ഇവിടെ ഞാൻ അടുത്തില്ലാണ്ട്. ഓ, അതൊന്നും സാരമില്ല. സുധാകരൻ ഉണ്ടായിരുന്നു ഇത്ര നേരം. ഡോക്ടറെ കാണിച്ചില്ലേ? അത്രയ്ക്കുള്ള ഒന്നുമില്ലെന്നേ, ഒരു ചെറിയ തലവേദന. എന്തെങ്കിലും കഴിച്ചു എന്ന്? കഴിച്ചു. എന്ത് കഴിച്ചു? 2 ദിവസം കൊണ്ട് ഇത് മാറും. ഒന്നും കഴിച്ചില്ല അല്ലേ? ഹോട്ടലാഹാരത്തിന് ഒരു രുചിയും തോന്നില്ല. കരച്ചിലും തുടങ്ങിയോ? ये छोकरी कौन है? मेरा पत्नी है। ओहो। ओ,
പൊക്കോളൂ. സാരമില്ല, ഒക്കെ ശരിയാവും. ഏയ് എന്തത്? ടേക്ക് ഇറ്റ് ഈസി. ഹസ്ബൻഡിന്റെ അസുഖം മാറിയില്ലേ ഇതുവരെ? ഇല്ല. ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അതല്ല, ആരുമില്ലാതെ അവിടെ തനിച്ച്. അവിടെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ, അരുന്ധതി ഇല്ലെന്നല്ലേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിലും ഒരേ സിറ്റിയിൽ ജീവിക്കുന്നു എന്നുള്ള സമാധാനമെങ്കിലും ഉണ്ടല്ലോ നിങ്ങൾക്ക്. എന്റെ കാര്യം ആലോചിച്ച് നോക്ക്. ഞാനിവിടെ, ഹസ്ബൻഡ് ഒരിടത്ത്, മക്കൾ വേറൊരിടത്ത്. വല്ലപ്പോഴും ഒരിക്കൽ ക്രിസ്മസിനാണ് ഞങ്ങളൊന്ന് ഒരുമിച്ച് കൂടുന്നത് തന്നെ. ഏതായാലും ഇത്ര പെട്ടെന്നൊരു ട്രാൻസ്ഫർ ഓർഡർ, അതും നാട്ടിലേക്ക്, ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നതല്ല. ചുരുങ്ങിയതൊരു 3 കൊല്ലത്തെ കഠിന തടവെങ്കിലും ഇവിടെ ഉണ്ടാകുമെന്നാ ഞാൻ വിചാരിച്ചത്. വീട്ടിൽ നിന്ന് ഡെയിലി പോയി വരാമെന്നുള്ളത് ഏറ്റവും ഭാഗ്യമായത്. പെണ്ണുമ്പിള്ള ഇപ്പൊ തുള്ളിച്ചാടുകയായിരിക്കും. അവളെ അവകാശപ്പെടുക, അവള് നിരന്തരം മൂകാംബിയക്ക് നേർച്ച നേർന്നിട്ട് എനിക്ക് സ്ഥലം മാറ്റം ശരിയാകുന്ന. സത്യത്തിൽ ഞാൻ നേർന്ന് നേർച്ച വല്ലതും അവൾ അറിയുന്നുണ്ടാ? തന്റെ പനിയൊക്കെ മാറിയില്ലല്ലേ? നീ കൂടെ പോയാ ഞാനിവിടെ പിന്നെ ഒറ്റപ്പെടും. സുധാര, ഞാൻ നിന്നെ കുറച്ച് കാശ് തരാനുണ്ട്. ഞാൻ എത്രയും പെട്ടെന്ന്. ആദ്യം തന്റെ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങട്ടെ. കാശിന് ആവശ്യം വരുമ്പോ ഞാൻ തനിക്ക് എഴുതാം. ടാക്സി ആകെ? हाँ ये सामान लेकर टैक्सी में रखो. ठीक है. तुम अभी तक नहीं गया? हाँ जा रहे हैं. ठीक है, आप अंदर आइए. കട്ടിൽ ഒഴിയുന്നതിന് മുമ്പ് തന്നെ എത്തി പുതിയ ആള്. പിന്നെ പുതിയ വീടൊക്കെ ആയിട്ട് താമസിക്കുമ്പോ എനിക്ക് എഴുതണം. ഓൾ ദി ബെസ്റ്റ്. ഞാൻ പോട്ടെ. ഒരു ചെറിയ പനി വന്നപ്പോഴേക്കും താനിങ്ങനെ പരിഭ്രമിച്ചാൽ എങ്ങനെയാ? എനിക്കിപ്പോഴും ഒന്നുമില്ല. ഇതാ കണ്ടോ? വിഷ്ണുവേട്ടൻ അങ്ങനെയൊക്കെ പറയാം. 2 ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഒരുപാട് ദൂരാണെന്ന് വെച്ചാ അറിഞ്ഞില്ല കണ്ടില്ല എന്ന് വെച്ച് സമാധാനിക്കാം. ഇത് അങ്ങനെയാണോ? എല്ലാം നേരെയാവുന്നേ. ദിവസം ഒരുപാട് പ്രാർത്ഥിക്കുന്നില്ലേ താൻ? ദൈവം നമ്മൾ അങ്ങനെ ഉപേക്ഷിക്കൂ? കുറെ അമ്പലങ്ങളിലേക്ക് വഴിപാട് നേർന്നിട്ടുണ്ട്. ഇനി നാട്ടിൽ ചെന്നാ മുടങ്ങാതെ എല്ലാം കഴിപ്പിക്കണം. ശമ്പളം കിട്ടിയിന്ന്. വിഷ്ണുവേട്ടനൊരു ഷർട്ട് വാങ്ങി. എന്റെ സെലക്ഷൻ പിടിക്കുമെന്നറിയില്ല. എന്നെ താൻ തോപ്പിച്ചളഞ്ഞല്ലോ. എനിക്ക് നീ ശമ്പളം കിട്ടിയിട്ടില്ല. 450 രൂപ ഹോസ്റ്റലിൽ കൊടുത്ത് വാടക, ഭക്ഷണത്തിന് മറ്റും 400 രൂപ വേറെയും. എല്ലാ മാസവും 300 രൂപ വെച്ച് നാട്ടിലേക്ക് അയക്കുന്നതാ. ഇത്തവണ അയക്കണ്ടെന്ന് വെച്ചു. നമുക്ക് ഒരുപാട് ചെലവുള്ളതല്ലേ. ബാക്കി വിഷ്ണുവേട്ടന്റെ കയ്യിലിരിക്കട്ടെ. ഒരുമിച്ച് താമസം തുടങ്ങിയിട്ട് പോരെ കണക്ക് പറച്ചിലൊക്കെ. തൽക്കാലം വീട്ടിലേക്ക് പണയക്കുന്ന മുടക്കണ്ട. Excuse me, there's a call for you. ഹലോ വിഷ്ണു. വാരേ, താൻ ഇപ്പൊ തന്നെ തന്റെ വാരസ്യാരെ ഫോണിൽ വിളിക്കുക. എന്നിട്ട് 2 പേരും കൂടി നേരെ എന്റെ വീട്ടിലേക്ക് വരിക. എന്താ വേട്ടാ? എന്റെ ഭാര്യയുടെ തലേന്ന് ഉദിച്ച ഐഡിയ കേട്ടപ്പോ കൊള്ളാന്ന് എനിക്കും തോന്നി. ഇന്നൊരു ദിവസത്തേക്ക് ഞങ്ങളുടെ വീട് തനിക്കും ഭാര്യയ്ക്കും കൂടി വിട്ടുതരാൻ പോവാ. ഒരു കല്യാണം ഉണ്ട് നാളെ രാവിലെ പൂനെയില്. എന്റെ ഒരു പഴയ കൊളീഗിന്റെ മകളുടെയാ. ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ അങ്ങോട്ട് വിടും. നാളെ വൈകിട്ടേ മടങ്ങി വരൂ. അതുവരെ ഞങ്ങളുടെ വീട് ഫ്രീ. പിന്നെ തന്നെ കാണാൻ നിൽക്കണില്ലേ ഞാൻ. എന്റെ വീടിന് നമ്പർ ലോക്കാ, അറിയാലോ. നമ്പർ ഒന്ന് ഓർത്തോളൂ. എത്രയാണ് അവിടെ നമ്പർ? 6929. ഒന്ന് പറഞ്ഞേ. 6929. ഓക്കെ ഓക്കെ. ഹലോ. നമ്പർ എത്രയാന്ന് പറഞ്ഞേ? 9626. 26 എന്നല്ലേ പറഞ്ഞേ? 2662. അല്ലല്ല, 9626. 9626. രാമേട്ടൻ പറഞ്ഞ നമ്പർ 96-ലല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, 26-ലാ. എന്നാ 9666 നോക്കി. അതല്ല, 26 ആണ് നോക്കിയോ. അതല്ല, 9626 ഒന്ന് നോക്കിയേ. ഇനി 69-ലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? तुम लोग उधर नहीं है, सब बाहर गया. മാലുവേ, ഇനി ഇടയ്ക്ക് ഒന്നും പറയാതെ. 62-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ആണെന്ന് എനിക്ക് മനസ്സിലായി. 6296. അയ്യോ, അതല്ല ചേട്ടാ, 9636 ഒന്ന് നോക്കിയേ. നോക്കട്ടെ. 96-ൽ ഒന്നുകൂടെ നോക്കിയേ. ഒന്നിൽ 2662 അല്ലെങ്കിൽ 6226.
നിന്റെ നക്ഷത്രദോഷം എന്നല്ലാതെ ഞാൻ എന്താ പറയാ എന്റെ വിഷ്ണു. നിസ്സാര നമ്പറും കൂടി ഓർത്തു വെക്കാനുള്ള ബോധം നിനക്ക് ഉണ്ടായില്ലല്ലോ. നമ്പർ എനിക്ക് അറിയായിരുന്നു. ആ നേരത്തെ ടെൻഷനിൽ മറന്നുപോയതാ. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ, കഴിക്കാൻ ദോശ എടുക്കട്ടെ? എനിക്കൊന്നും വേണ്ട. मिल गया विष्णु, मिल गया, मिल गया, मिल गया विष्णु, तुमको मकान मिल गया। करीम भाई, नहीं 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 नहीं, ये हमारा आदमी है, तुमको नहीं मालूम? എവിടെയാ കരീം ഭായി വീട്? അതൊക്കെ വിസ്തരിച്ച് പറയാ. നീ നാളെ ബീവിനും കൂട്ടി വാ. ऊपर आइए. आइए आइए. ഇതിന് വേറൊരു കൂട്ടരാ, അത് കണക്കിലെടുക്കണ്ട. ഈ ഒരൊറ്റ മുറിയേ ഉള്ളൂ. ഇത് തന്നെ കിടപ്പുമുറിയും ഇരിപ്പുമുറിയും ഒക്കെ. പിന്നെ അപ്പുറത്തൊരു ചെറിയ ചായ്പുണ്ട്, അതാണ് അടുക്കള. എങ്ങനെയുണ്ട്? 800 റുപ്യാണ് വാടക. പിന്നെ കറണ്ട് ചാർജും വെള്ളത്തിന്റെ ചാർജും വേറെ കൊടുക്കണം. കൊടുക്കാം. പകുതിയുടെ കാര്യത്തിൽ ഒരു ഒറ്റ നയാ പൈസ കുറക്കാൻ പറ്റൂല എന്നാണ് കിളവൻ പറയുന്നത്. 25,000 റുപ്യ. എത്ര? 25,000. 25 സാർ. കാശായിട്ട് ഓരോ പാർട്ടിക്കാർ വന്ന് ക്യൂ നിൽക്കുകയാണ് ചങ്ങായി. ഇത് തന്നെ എന്തോ ഭാഗ്യത്തിന് കിട്ടിപ്പോയതാണ്. മാക്സിമം ഒരു 10,000 രൂപ, അത്രേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. ഇതിപ്പോ 25,000 എന്നൊക്കെ പറയുമ്പോ എവിടെ നിന്നെടുത്ത് കൊടുക്കാനാ? പകുതി മാത്രം പോരല്ലോ. അത്യാവശ്യത്തിന് വേണ്ട ഫർണിച്ചറും മറ്റു സാധനങ്ങളും വാങ്ങണം. താമസം തുടങ്ങിയ ശമ്പളം കിട്ടുന്നവരെ 1 മാസം ചെലവ് നടക്കണം. ഞാനും അത് ആലോചിക്കണേ. നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് കരുതിയ മതി വിഷ്ണുട്ടാ. കരിമ്പായോട് പകുതി കുറഞ്ഞ് വേറെ ഏതെങ്കിലും വീട് നോക്കാൻ പറഞ്ഞാലോ? എത്ര പ്രയാസപ്പെട്ടിട്ട് ഇത് തന്നെ ഒത്തുവന്നത്. വേണ്ടാന്ന് വെച്ചാൽ പിന്നെയും കാക്കേണ്ടി വരില്ലേ കുറെ കാലം കൂടി? അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം. 5,000 രൂപ പകുതി കൊടുക്കാൻ വെച്ചിരുന്ന കയ്യിൽ തന്നെ. ഓഫീസിലെ മാനേജർ വേദമണി സാറ് കുറച്ച് എമൗണ്ട് ലോൺ തരാൻ ഏറ്റിട്ടുണ്ട്. അതും പുള്ളിയുടെ ഓൺ റിസ്കിൽ. ആ സേട്ടൂൻ എന്നെ കാണുന്ന തന്നെ ചതുർത്തിയ. അതാ കുഴപ്പമായത്. എങ്ങനെ അരിച്ചു പറിക്കാലും പകുതി എമൗണ്ടിൽ കൂടുതൽ അപ്പോഴും ആകുന്നില്ല. ഇത് വെക്കാം നമുക്ക്. എല്ലാം കൂടി ഒരു 10-15,000 രൂപ കിട്ടും. അപ്പൊ കണക്ക് കൂട്ടിയാ മൊത്തം 25,000 രൂപയോളം ഉണ്ടാവില്ലേ? അത് മതിയാവില്ലേ? ആകെ കുറച്ച് ആഭരണല്ലേ ഉള്ളൂ വരുന്നതൊക്കെ. അതെടുക്കണ്ട. സാരില്ല, എനിക്ക് ആഭരണങ്ങൾ ഇടണമെന്ന് വലിയ മോഹമൊന്നുമില്ല. അതിനേക്കാളും വലിയ മോഹമല്ലേ ഇത്? താലിച്ചയും വേണ്ട, അതും കൂടി വിറ്റിട്ട്. അത് വേണ്ട. അപ്പൊ പണം തികഞ്ഞില്ലെങ്കിലോ? കുറച്ച് പണത്തിന്റെ കുറവല്ലേ വരൂ. അതെങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. രാജേന്ദ്രന്റെ അഡ്രസ് കയ്യിലോട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അവൻ കുറെ പണം എനിക്ക് തരാനുണ്ട്. നിനക്കെന്താ ഒരു അമ്പരപ്പ്? രാജേന്ദ്ര, എങ്ങനെ പോയാലും ദിവസം 10-35 ഉറുപ്പിക കിട്ടും. സുഖം, പരമസുഖം. നിനക്കിനിയും രാജേന്ദ്രനെ മനസ്സിലായിട്ടില്ല. ഞാൻ ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പി. ദുർഗ എന്റെ കൂടെ തന്നെയുണ്ട്. സത്യം പറഞ്ഞാൽ സേട്ടുവിന്റെ കുറെ കാശ് എടുക്കാന്നുള്ള ധാരണയിലാണ് അവളെ വളച്ചതും വിളിച്ചോണ്ട് പോകുന്നതും ഒക്കെ. ഒരു സുപ്രഭാതത്തിൽ എല്ലാം മറന്ന് സേട്ടു വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. സേട്ടുവിന്റെ സണ്ണിലായി വിലസാന്നും ഒക്കെ സ്വപ്നം കണ്ടു. സ്വപ്നം കാണാൻ ആരുടെ സമ്മതം ആവശ്യമില്ലല്ലോ. പക്ഷെ എനിക്ക് യാതൊരു നിരാശയില്ല. പെണ്ണിനെ പട്ടിണിക്കിടാൻ പറ്റില്ലല്ലോ. അപ്പൊ തൽക്കാലം ഒരു തൊഴിൽ, ഡെപ്പോസിറ്റിനുള്ള കുറച്ച് കാശ് സംഘടിപ്പിച്ചെടുത്താൽ ഏതെങ്കിലും ടാക്സി കയറി പറ്റാം. നിനക്ക് തരാനുള്ള പൈസ കാര്യം ഞാൻ മറന്നിട്ടില്ല. കരിമ്പാടും പറഞ്ഞേക്ക്, ഞാൻ അങ്ങനെ ചതിച്ചിട്ട് ഓടിപ്പോന്നൊന്നും അല്ലാന്ന്. എന്നെങ്കിലും ഒരിക്കൽ എല്ലാ കടങ്ങളും വീട്ടാൻ ബോംബെ നഗരത്തിൽ രാജേന്ദ്രൻ വീണ്ടും ലാൻഡ് ചെയ്യും, അന്തസ്സായിട്ട്. നീ എന്താ ഭാര്യയെ കൊണ്ടുവരാഞ്ഞത്? ദൂരം കുറയില്ലേ, ചുമ്മാ ഒരു മൂട് വന്നിപ്പോ ഞാൻ ഇറങ്ങിയുള്ളൂ. വീടിന്റെ കാര്യം എന്തായി? ഉടനെ ശരിയാവും. ദുർഗ എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് നിന്റെ ഭാര്യയെ കുറിച്ച്. നമ്മുടെ ഭാഷ അറിയില്ലെന്നേ ഉള്ളൂ. അല്ലേ തന്നെ സ്നേഹിക്കാൻ എന്തിനാണ് ഭാഷ? ഞാനിപ്പോ ഒരു ഭർത്താവിന്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചോണ്ടിരിക്കുക. ഇതാണ് എന്റെ ഭവനം. ദുർഗ ദേഖോ കോനാകിയ വിഷ്ണു. അതാ ഇത് കണ്ടോ, കോടീശ്വരനായ നമ്മുടെ മുതലാളിയുടെ ഏക മോള് എനിക്ക് തിന്നാനുള്ള ചപ്പാത്തി ഉണ്ടാക്കുക. അകത്ത് സ്ഥലം ഉണ്ടാവില്ല, നമുക്ക് ഇവിടെ ഇരിക്കാം. പാവം, കൊട്ടാരം പോലത്തെ ഒരു വീട്ടിൽ ജീവിച്ചിട്ട്. അതാണ് അണ്ടർസ്റ്റാൻഡിങ്. ഇതിലും വലിയൊരു കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് പാർപ്പിക്കാനുള്ള കഴിവ് എനിക്കില്ല എന്ന് അവർക്ക് അറിയാം. ഇത് തന്നെ ടൗണിൽ നിന്ന് ഇത്രയും ദൂരെ ആയതുകൊണ്ട് ഭാഗ്യത്തിന് ഒത്തു കിട്ടിയതാ. വലിയ താമസമില്ലാണ്ട് ഒരാൾ കൂടി ഇതിനകത്ത് വന്ന് കേറും. അതെങ്ങാനും ഇരട്ടായ എന്റെ കാര്യം തെണ്ടി. അവന്റെ അപ്പോഴത്തെ സിറ്റുവേഷൻ കണ്ടപ്പോ പൈസ വെക്കാൻ തോന്നിയില്ല. രാമേട്ടനോട് പറഞ്ഞ എങ്ങനെയല്ലേ സംഘടിപ്പിച്ചു തരും. പക്ഷേ പുള്ളിയുടെ പ്രശ്നങ്ങളൊക്കെ ആലോചിക്കുമ്പോ അല്ലെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് രാമേട്ടനോട് നന്ദി പറയാൻ ബാക്കിയാ. കാശുമായിട്ട് ഇന്ന് ചെല്ലാവുന്നില്ലേ കരിമ്പായിട്ട് അടുത്ത് പറഞ്ഞത്? 3,000 രൂപയും കൂടെ ഉണ്ടെങ്കിൽ പകുതിക്കുള്ള കാശ് തികയില്ലേ?
താലി വേണമെന്നല്ലേ ഉള്ളൂ. ചെയിൻ റോൾഡ് ഗോൾഡിൻ്റെതായാലും ആരും അറിയാൻ പോകുന്നില്ല. ഇല്ലേ വിഷ്ണുട്ടാ? സാരമില്ലെന്നേ. सेठ जी गिन लिया ना? हाँ हाँ गिन लिया। पर एक बात कान खोल के सुन लो, अपन को किराया हर महीने बरोबर मिलते रहना चाहिए। अपन इस मामले में बहुत कड़क है क्या, समझे? जी। ये लो खोली की चाबी। और एक बात और याद रखो, ये बम्बई नगरी है, इधर दादा लोगों को थोड़ा सुपारी खिलानी पड़ती है। सुपारी? सुपारी उसको समझा नहीं। अरे वो खाने वाली सुपारी नहीं, सुपारी का मतलब है नकद, कैश, पैसा। इधर रहते रहते सब समझ जाओगे। जाओ, राम भली करेगा। शुक्रिया सर जी, शुक्रिया. കരിമ്പായി അയാൾ എന്താ പറഞ്ഞത്? അത് ഈ സ്ട്രീറ്റിലൊക്കെ ചില ദാദാമാരുണ്ടാവും, അവർക്കൊക്കെ ഇത് മാമൂല് കൊടുക്കണം. അത് ഈ ബൊംബായിലൊരു പതിവാ. നമ്മൾ ഏത് ഗല്ലി ചെന്ന് നോക്കിയാലും ഈ വക പാഹന്മാരുണ്ടാവുകയും ചെയ്യും. അത് പിന്നെ എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച് കൊടുത്തായിട്ട് ഒഴിവാക്കലാണേ. ഞാൻ എന്താ തരേണ്ട കരിമ്പായിക്ക്? കമ്മീഷൻ? കമ്മീഷൻ വാങ്ങാതെ ഒരു കച്ചവടം ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. പക്ഷെ അത് വേണ്ട. എന്നാൽ എന്റെ സന്തോഷത്തിന് ഞാൻ വാങ്ങണം നിർബന്ധമാണോ? എങ്കിൽ ഞാൻ ചോദിക്കുന്നേ തരേണ്ടി വരും. എന്ത്? ഒരു സ്മൈല്. സ്മൈലോ? അതെ, സ്മൈല്, പുഞ്ചിരി. അത് നീ വിചാരിക്കും പോലെ അത്ര ചെറിയ സംഗതി ഒന്നല്ല. അത് ഈ ബൊംബായിൽ കിട്ടാനും കുറച്ച് പ്രയാസാണ്. നീ വാ, പോവാ. पानी लेके आ. अरे भाई मद्रासी, अपन का पैसा कहाँ? सर, एक साथ 5000 रुपीज देना इट्स इम्पॉसिबल. पैसा नहीं दे सकता, खोली में नहीं रह सकता. नो मनी नो रूम, समझा? सर, गिव मी सम मोर टाइम प्लीज. टाइम नहीं अपन के पास. सारा वक्त तेरे पीछे भागता रहेगा क्या? नहीं, आजकल मैं कर दूंगा. ठीक है, लास्ट चांस देता हूं तेरे को. अब के पैसा नहीं मिला, तेरे को तेरे सामान के साथ बाहर फेंक दूंगा. क्या समझा? यस. अपन तेरे को पहले ही बोल दिया, अपन इस मामले में कुछ नहीं कर सकता. तेरे को पड़वड़ता है तो ठीक, नहीं तो खोली की चाबी वापस कर, अपना बोरिया बिस्तर गोल कर और फूटो यहाँ से. ये न्याय नहीं सेठ जी. न्याय की बकबक करना है तो पुलिस स्टेशन जाओ, कोर्ट कचहरी जाओ. ഇത് ഇയാളും കൂടി ചേർന്നിട്ടുള്ള ഒത്തുകളിയാണ് കരിമ്പായി. ഞാൻ വീട് കഴിഞ്ഞാൽ പിന്നെ വാടക കൂട്ടി വേറെ ആൾ കൊടുക്കാലോ. ये मेरे सामने क्या कटर पटर जबान चला रहा है? देखो सेठ, आप मकान मालिक है, आपको भी कुछ जिम्मेदारी है. जिम्मेदारी गई तेल लेने, दफा हो जाए यहाँ से. सेठ जी, मैं कुछ नहीं कर सकता, चले जाओ. चले जाओ. ഇന്നത്തെ ഈ എണ്ണ വാങ്ങി പെട്ടിക്കകത്ത് എണ്ണി വെച്ചിട്ട് ചലേ जाओ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ സ്വഭാവം എനിക്കറിയില്ല. ഒറ്റയ്ക്ക് നോക്കിയാലോ ചവിട്ട് കരിമ്പായി എന്നെ വിടാനാ പറഞ്ഞത്. जाओ, चले जाओ. എടോ, ഞാൻ കഷ്ടപ്പെട്ടുള്ള ഈ കാശാ വരട്ട് കളവ കഴിവറ മോനെ. क्यों बे मद्रासी? तू मकान मालिक के पास गया था, वो क्या कर लेगा? इस एरिया का मालिक अपन है.
क्या? नहीं नहीं नहीं, निकाल दो इसे बाहर, फेंक दो। प्लीज अबे अब अड्डे पे पैसे लेके आना और चाबी ले जाना है? പോലീസിൽ പരാതി കൊടുക്കാന്നേ ഉള്ളൂ. അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവില്ല. അവരും കൂടെ അറിഞ്ഞിട്ടാ ഇതൊക്കെ നടക്കണേ. നമ്മുടെ നാടാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇത് അന്യനാട്ടിൽ വന്ന് കിടന്നിട്ട് തൽക്കാലം തടി രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി സമാധാനിക്കുക. എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ട് ഒരു വീട് ഒത്തു കിട്ടിയെന്നുള്ളത് രാമേട്ടൻ അറിയാലോ. ആ കരീംബായിയെ പറഞ്ഞാ മതി. ഇതുപോലൊരു തെരുവിൽ ഈ പിള്ളേരെ കൊണ്ട് താമസിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അയാൾക്ക്? നിങ്ങളും അത് അന്വേഷിച്ചില്ല. വീട് കിട്ടാൻ വേണ്ടിയുള്ള ഇയാളുടെ ആവേശത്തിന്റെ വെപ്രാളത്തിന്റെ ഇടയിൽ ഞാനും അത് ഓർത്തില്ല. ഞാൻ ഇനി എന്ത് ചെയ്യണം രാമേട്ട? ഈ രാത്രി ഇനി ഒന്നും ചെയ്യാനില്ല. ഇവിടെ കിടന്ന് ഉറങ്ങുക. നേരം വെളുത്ത് കരീംബായോട് ആലോചിച്ച് എന്താ വേണ്ടത് വെച്ചാ ചെയ്യാം. शेरखान नीचे आओ. तुम इधर का बड़ा दादा होगा. ये गली से बच्चों से खेलो, हमारा पास नहीं खेलना. बहुत साल हो गया हम भी है मुंबई में. खबरदार, मेरा विष्णु और उसकी बीवी को परेशान किया, मैं तुम्हारी बोटी बोटी करके इसी खेली के कुत्तों को पे दूंगा. बम्बई तुम्हारा बाप का नहीं. साला तू ഒരു തെരുവ് റൗഡിയെ പേടിച്ച് ഞങ്ങൾക്ക് അവിടെ ജീവിക്കാതിരിക്കാൻ പറ്റുമോ? അനുഭവം കൊണ്ട് പറയാ. മുമ്പും മുമ്പും നോക്കാനില്ലാത്ത കാടന്മാരാണ് അവറ്റകള്. അതുപോലാണ് നീ. എന്ത് വന്നാലും ശരി, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ പ്രായത്തിൽ വാശിയും വൈരാഗ്യം ഒക്കെ എല്ലാവർക്കും തോന്നും. ഇതുപോലുള്ള അരുതായ്മകൾ കണ്ട് എന്റെ ചോരയും ഒരുപാട് തിളച്ചിട്ടുണ്ട്. തിളച്ച് തിളച്ച് കുറെ കഴിയുമ്പോ ചോര താനെ തണുക്കും. തണുത്തേ പറ്റൂ. ഉപദേശിക്കാൻ എല്ലാവർക്കും എളുപ്പമാ. പക്ഷെ എന്റെ വിഷമം നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. അരുന്ധതിയുടെ താലിമാല വരെ ഊരി വിറ്റിട്ട് അത്രയും വലിയ എമൗണ്ട് ഞാൻ വീട് വാടകയ്ക്കെടുത്ത്. എന്നിട്ട് ഒരു ദിവസമെങ്കിലും ഞങ്ങൾ മനസ്സമാനത്തോടെ വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ടോ? എന്റെ വിഷ്ണു, പോയതൊക്കെ പോട്ടെ, ജീവനെങ്കിലും ബാക്കിയുണ്ടല്ലോ. ഇപ്പൊ തോന്നണ അരിശത്തിന് എന്തിനെങ്കിലും ചാടി പുറപ്പെട്ടിട്ട് ഈ പെണ്ണിനെ കൂടി കണ്ണീര് ഒടിപ്പിക്കരുത്. ഞാൻ തല്ലാനും കൊല്ലാനും ഒന്നല്ല പോകുന്നത്. ഞങ്ങൾക്ക് ആ വീട്ടിൽ ജീവിക്കണം. അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തായാലും ഞാൻ അനുഭവിച്ചോളാന്ന്. അരുന്ധതി വാ. വിഷ്ണു, നീ സാഹസമൊന്നും കാണിക്കണ്ട. മര്യാദക്ക് ഞാൻ പറയുന്നത് അനുസരിക്കുന്നതല്ലോ. രാമേട്ട പ്ലീസ്, ഈ ഒരു കാര്യത്തിൽ തടയരുത്. അടങ്ങ് മോനെ, വീട് വാരി നോക്കിക്കൂടെ? അവിടെയും ഇത് തന്നെ സംഭവിക്കില്ല. നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റുമോ? വാ. എന്റെ വിഷ്ണു, ഞങ്ങൾ വിഷ്ണു എന്റെ വിഷ്ണു പറയട്ടെ. അവിടെ നിൽക്കാനാ പറഞ്ഞത്. കൂടി വന്ന അവര് ഞങ്ങളെ കൊല്ലും. കൊല്ലട്ടെന്ന് മാറി. വിഷ്ണു, ഇങ്ങനെ ആയാലും എന്താ ചെയ്യ? കരയണ്ട, എനിക്ക് വിശക്കുന്നു. കുറച്ച് കഞ്ഞി ഉണ്ടാക്ക്. എനിക്ക് പേടിയാവുന്നു. പറയുന്ന അനുസരിക്കാൻ. छक्के साले हराम खोर कमीने कहीं के,
तेरी ये हिम्मत के अपन के मोहल्ले में अपन को चैलेंज करता है? अरे तू नहीं जानता कि तूने एक शेर की मान में हाथ डाल दिया है। बाहर निकल साले हरामखोर, बाहर निकलता है कि नहीं छक्के? तेरे को ऐसी मार मारूंगा कि मोहल्ला क्या बंबई से गायब कर दूंगा। बाहर निकल साले हरामखोर। പോണ്ട പോണ്ട വിഷ്ണുട്ട വിഷ്ണുട്ട പോരുത് വേണ്ട വിഷ്ണുട്ട रुक जाओ, आज के लिए बहुत हो गया। आइंदा अगर अपन के सामने आएगा तो बच के नहीं जाएगा। हाँ विष्णु मारो। നമ്മൾ തോറ്റില്ല മോളെ, ഇനി നമുക്കൂടെ ധൈര്യമായിട്ട് ജീവിക്കാം, ഒന്നും പേടിക്കാനില്ല. ഇല്ല വിഷ്ണുട്ട, ഇനിയാണ് പേടിക്കേണ്ടത്. ഇനി ഒരിക്കലും സ്വസ്ഥമായിട്ട് നമുക്കിവിടെ കഴിയാൻ പറ്റില്ല. അവരിനിയും വരും, ഇനിയും വഴക്കുണ്ടാക്കും.
വിഷ്ണുവേട്ടൻ ഈ തെരുവിൽ ഒരു ഗുണ്ടുമായിട്ട് ജീവിക്കേണ്ടി വരും. വേണ്ട, നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം. ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാ ഈ കഷ്ടപ്പെട്ടതൊക്കെ. ഇനി ഇവിടെ നിന്ന വിഷ്ണുവേട്ടൻ എനിക്കില്ലാണ്ടായിന്ന് വരും. നമുക്ക് ഈ നഗരം വേണ്ട വിഷ്ണുവേട്ടൻ, ഇവിടുത്തെ ജീവിതവും വേണ്ട. രണ്ടുപേരും എന്റെ കൂടെ വാ. പെട്ടി സാധനങ്ങളൊക്കെ എടുത്തോ. പറഞ്ഞത് മനസ്സിലായില്ലേ? പെട്ടി സാധനങ്ങളൊക്കെ എടുത്ത് എന്റെ കൂടെ വരാൻ. हाँ थोड़ा वेट करो. आइए पापया, ये सामान लेकर ऊपर आओ. ഞാൻ എന്താ ചെയ്യാ രാമേട്ട, ഞാൻ എന്താ ചെയ്യാ രാമേട്ട എന്ന് പറഞ്ഞ് താൻ ഇനി എന്നെ ബുദ്ധിമുട്ടിക്കരുത്. എന്താ ചെയ്യേണ്ടെന്നൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് അനുസരിക്കുക. വരെ തീരുമാനം എടുക്കാൻ വൈകിയോ എന്നൊരു പ്രയാസമുള്ളൂ ഇപ്പൊ എനിക്ക്. തനിക്കും അരുന്ധതിക്കും ഇന്നു മുതൽ ഇവിടെ താമസിക്കാം. സൗകര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എങ്കിലും മനസമാധാനം ഉണ്ടാവും. സ്ട്രീറ്റിലൊരു ദാതയായിട്ട് ജീവിക്കേണ്ട ഗതികേട് തനിക്ക് ഇവിടെ വരില്ല, അത് ഉറപ്പാ. രാമേട്ട, തനിക്ക് വേണ്ടി ഞാൻ വലിയൊരു ത്യാഗം ചെയ്യാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. എനിക്ക് എന്റെ മോള് ആരോഗ്യത്തോടെ വളരണമെന്ന് ആഗ്രഹമുണ്ട്. ഇനിയും ഈ നഗരത്തിൽ നിന്നാ ചിലപ്പോ അത് സാധിക്കാതെ പോയെന്ന് വരും. എന്താ രാമേട്ട അതൊക്കെ? ഇവളും കുട്ടികളും ഇന്നത്തെ ട്രെയിനിൽ നാട്ടിലേക്ക് പോവുക. ഇവളുടെ ഓഹരിയിൽ കിട്ടിയ പഴയൊരു വീട് ഒഴിഞ്ഞിടപ്പുണ്ട് നാട്ടില്. 6 മുറികളുണ്ട് മൊത്തം. ഇവിടെ ഈ കുടിസുമുറിയിൽ ജീവിച്ച് ശീലിച്ച ഇവർക്ക് അവിടെ ചെല്ലുമ്പോ സ്വർഗമായിരിക്കും. രാമേട്ടനപ്പോ റിട്ടയർ ചെയ്യാൻ 1 കൊല്ലം കൂടെ ബാക്കിയുണ്ട്. അതുവരെ ഞാൻ ഇവിടെ നിന്നല്ലേ പറ്റൂ. പേടിക്കണ്ട, നിങ്ങളെ ശല്യപ്പെടുത്താൻ ഞാൻ വരില്ല. എടോ, ലോഡ്ജില് തന്റെ ആ കട്ടില് ഒഴിഞ്ഞു തന്നെ കിടപ്പുണ്ടാവും അല്ലേ? എനിക്കത് മതിയടോ 1 കൊല്ലം കഴിഞ്ഞുകൂടാൻ. വേണ്ട, തന്റെ ഈ സെന്റിമെന്റ്സും കരച്ചിലൊന്നും വേണ്ട. ട്രെയിനിന് സമയമാവണം. ഞാൻ ഇവരെ സ്റ്റേഷനിൽ വിട്ടുവരാം. അത്യാവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകുന്നുള്ള അരുന്ധതി, ബാക്കി ഇവിടെ കിടന്നോട്ടെ. നാട്ടിലേക്ക് വരുമ്പോ വല്ലപ്പോഴും ഒക്കെ ഞങ്ങളുടെ വീട്ടിലേക്കും വരണം കേട്ടോ. ഇനി സമയം കളയണ്ട. 2 പേരും മനസ്സ് തുറന്നും തിരിച്ചിട്ട് പുതിയ ലൈഫ് തുടങ്ങിയാട്ടെ. ആ ലോക്കെവിടെ? നമ്പർ ലോക്കാ. ഇനി നമ്പർ മറക്കണ്ട. 6929. എത്രയാ? 6929.